എടോ സന്തോഷേ, നീ എന്തിനാ അങ്ങനെ മരം മുറിക്കുന്നേ? മുറിക്കുന്നതേ ചെലവിന് കാശ് വേണം, അതിനു വേണ്ടിയാ. ചിലവിന് പണം വേണമെങ്കിൽ സമ്പാദിക്കണം, അതല്ലാതെ ഇങ്ങനെ മരം വെട്ടുക ചെയ്യാ. ഇത് എന്റെ മര, ഞാനത് വെക്കും ചെയ്യും വെട്ടും ചെയ്യും. നിനക്കെന്താ? എടാ മണ്ടാ, അത് നിന്റെ മരം തന്നെയാ. അതുകൊണ്ട് നിനക്ക് എത്ര നല്ല കാര്യങ്ങളുണ്ടെന്ന് നിനക്കറിയോ? ഇങ്ങനെ മുറിച്ചോണ്ടിരുന്നാണ്ടല്ലോ മരങ്ങളൊന്നും ഇല്ലാതെ ശ്വാസം വിടാൻ പോലും പറ്റാതെയാവും. എടാ സന്തോഷേ, ഈ മരങ്ങളിലാണ് നമ്മുടെ ജീവിതം തന്നെ ഉള്ളത്. അത് നമുക്ക് പഴം, കാറ്റ്, നിഴലിന് കുറെ കാര്യങ്ങൾ തരുന്നുണ്ട്. എടോ സന്തോഷേ, നമ്മൾ മാത്രം ജീവിച്ചാ പോരാ, ഇവിടെ പക്ഷികളും മൃഗങ്ങളും ജീവിക്കേണ്ടതുണ്ട്. എന്റെ ചേട്ടാ, പക്ഷികളും മൃഗങ്ങളും എന്നൊക്കെ കഥ പറയാതെ ഒന്ന് പോവാൻ നോക്കിയേ. അത് മാത്രമല്ല, മരവും ചെടികളും ഉണ്ടായാൽ മാത്രമേ മഴ പെയ്ത് നമുക്ക് നല്ല വെള്ളം കിട്ടത്തുള്ളൂ. നിനക്കെന്താ അത് മനസ്സിലാവത്തെ? മരം ഇങ്ങനെ മുറിക്കല്ലേ, ഇങ്ങനെ വെട്ടുന്നോണ്ടാ കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരുന്നത്. ആ, ഒന്ന് ചുമ്മാതിരിക്കും ചേട്ടാ, ഞാൻ മാത്രമാണ് ഇവിടെ മരം വെട്ടുന്നത്. എല്ലാവരും നിർത്തണം. അങ്ങനെ അത്യാവശ്യമായിട്ട് വേണമെങ്കിലേ ഒരു മരം മുറിച്ചാൽ അതിൽ മറ്റൊരെണ്ണം നടണം. ശരി വീട് ചേട്ടാ, ഇനി ഞാൻ മരം വെട്ടില്ല, മരം നട്ടുപിടിപ്പിക്കാം. നിന്നെ പോലെ എല്ലാവരും മാറിക്കഴിഞ്ഞാലേ ഈ നാട്ടിലൊട്ടും വരൾച്ച ഉണ്ടാവില്ല. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. അവിടെ ആരോ വരുന്നുണ്ടല്ലോ, അങ്ങേരോട് ചോദിക്കാം. അതെ ചേട്ടാ, ഒരു മിനിറ്റ്. ആര്, ഞാനോ? അതെന്നെ. അല്ല, നിങ്ങളൊക്കെ ആരാ? ഇത് തൃശ്ശൂരല്ലേ? ഈ ഗ്രാമം തന്നെ. നിങ്ങൾക്ക് ആരാ കാണേണ്ടത്? ഞങ്ങൾ ടി വി ചാനലിൽ വന്നിരിക്കുന്നത്. അതെയോ, എന്താ കാര്യം? ഞങ്ങളുടെ ചാനലിന് വേണ്ടി ചേട്ടനോട് സംസാരിക്കാൻ വന്നതാ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. ശരി, പറയാം. എല്ലാം റെഡി ആയി. എന്താ മോനെ സുബ്രഹ്മണി, ഇവരെല്ലാം പുതിയതാണല്ലോ, ആരാ ഇവരൊക്കെ? ടി വിക്കാരാ, എന്തോ ചോദിക്കാൻ വേണ്ടി വന്നിരിക്കാം. അതെയോ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞങ്ങൾ നിങ്ങളുടെ നാട്ടില് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. എടുത്തോ, നന്നായിട്ട് എടുത്തോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരാൻ പറ്റുമോ? ഒരു മിനിറ്റ്, ഇനി അപ്പുറത്ത് പോമോളെ. റെഡി അല്ലേ? ഓക്കെ, റെഡി. ക്യാമറ റോളിംഗ്. പറയൂ ചേട്ടാ, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സുബ്രഹ്മണി. തൃശ്ശൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് ഇത്ര നല്ല പേര് എങ്ങനെയാ വന്നത്? ഇവിടുത്തെ നിയമങ്ങളും ഞങ്ങളെയും കണ്ടിട്ട് സർക്കാർ തന്നെ ഇതിനെ ഒരു മാതൃകാ ഗ്രാമമാക്കി എടുത്തിരിക്കുകയാണ്. ഈ നാട്ടിൽ ആരും മദ്യപിക്കില്ലെന്ന് പറയുന്നത് സത്യമാണോ? സത്യമാണ്. അത് മാത്രമല്ല, മദ്യപിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇവിടം വിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ. അതിശയാണല്ലോ. നിങ്ങളുടെ നാട്ടിൽ എത്ര വീടുകളുണ്ട്? ഏകദേശം 400 വീടുകളുണ്ട്. ഇവിടെ എത്ര ജനങ്ങളുണ്ടാവും? വയസ്സായവര്, ആണ്, പെണ്ണ്, പിന്നെ കുട്ടികളെല്ലാരും കൂടെ ചേർത്ത് 2000 പേര് കാണും. നിങ്ങളുടെ നാട്ടില് മദ്യം മുഴുവനായി നിരോധിക്കാൻ എന്താണ് കാരണം? അയ്യോ, അതൊരു വലിയ കഥയാ. അത് പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങളുടെ അപ്പൂപ്പന്റെ കാലത്തൊക്കെ ആരും മദ്യപിക്കാറില്ലായിരുന്നത്രേ. അക്കാലത്തൊക്കെ പ്രകൃതി വളം ഇട്ട് വിളയിച്ച പരിപ്പ്, പയറ്, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം കഴിച്ച് രോഗമില്ലാതെ ജനങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നത്രേ. മഴയും കൃഷിയും കാലത്തിനനുസരിച്ച് സമൃദ്ധിയായി നടന്നു. മനുഷ്യരും അങ്ങനെ തന്നെ ആയിരുന്നത്രേ. അസൂയയില്ലാതെ, ആരും അന്യോന്യം പറ്റിക്കാതെ, എല്ലാവരും ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടെ ജീവിച്ചിരുന്നത്രേ. എന്റെ അച്ഛന്റെ കാലമായപ്പോഴേക്കും കള്ളച്ചാരായം ഇവിടെ വന്ന് എല്ലാവരെയും നശിപ്പിച്ചു. അതെങ്ങനെയാ വന്നത്? ആരാ കൊണ്ടുവന്നേ? ഏത് മഹാഭാവിയാണ് അത് ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരായി ആരും അറിയാതെ കുടിക്കാൻ തുടങ്ങിയത്രേ.
എന്തിനാ അവരങ്ങനെ കുടിക്കാൻ പോയത്? ആരും അറിയാൻ പാടില്ല എന്ന് വെച്ചിട്ടാ. അത്രയ്ക്ക് മര്യാദയും ബഹുമാനത്തോടും കൂടിയാണ് ഇവിടെ ആളുകൾ ജീവിച്ചിരുന്നത്. നിങ്ങൾ പറയുന്നൊക്കെ കേട്ടാ അത്ഭുതമായിട്ടുണ്ട്. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു, അത്രേ ഉള്ളൂ മോനെ. ശരി, പിന്നെന്ത്? എന്നിട്ട് അപ്പൊ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എനിക്ക് കാര്യങ്ങളൊന്നും വ്യക്തമായി അറിയില്ല. ഒരു ദിവസം എന്റെ അച്ഛൻ മദ്യപിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എന്തുവാടി ഇത്? ഈ തണുത്ത ചോറാണ് എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്ന് തരുന്നേ? അതാ ഇപ്പൊ നന്നായത്. ഇതുണ്ടാക്കി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. എന്താ നിങ്ങൾക്ക് വേണ്ടിട്ട് കാത്തിരിക്കോ? അല്ല, എന്താ നിങ്ങളെ മണക്കുന്നത്? എടി കിടന്ന് കാറാതെ, ഞാനിന്ന് കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. ഇത് പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ എന്റെ അഭിമാനത്തിന് പ്രശ്നമാ. ആ കുറച്ചേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞ ഇപ്പൊ മുഴുക്കൊടിയനായിരിക്കാ. നിങ്ങൾ ഇങ്ങനെ കുടിച്ചാ നമ്മുടെ കുട്ടിയുടെ ഭാവി എന്താ? നിങ്ങൾ എന്നാ നന്നാവാ? ഉപ്പേരി എടുത്തോണ്ട് വാടി. ആ, വേഗം അതൊന്നും ചെല്ല്. കുറയ്ക്കണ്ട, എടുത്തിട്ട് വരാം. കുറച്ച് ദിവസമായിട്ട് നിന്റെ നാവിനിച്ചിരി നീളം കൂടുന്നുണ്ട്, കാണിച്ചു തരാം. കുടിയന്മാരെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മിണ്ടാതിരുന്ന് കഴിക്കേ. നിങ്ങളെ കണ്ട് ഈ ചെക്കന് നശിച്ചു പോവും. അതാ ഉണ്ടാവാൻ പോകുന്നേ. ഇന്നാ എടാ ചെക്ക, നീയും നിന്റെ അച്ഛനെ പോലെ പിടിവാശിക്കാരനായിക്കോ. എടി എന്തിനാടി കിടന്ന് കാറുന്നത്? നീ അകത്തേക്ക് ചെല്ല്. ആരെങ്കിലും കേട്ടാ നമ്മളെ കുറിച്ച് എന്താ കരുതുക? അച്ഛാ, അമ്മ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചീത്ത ആ, മിണ്ടാതെ എടുത്ത് കഴിക്കാൻ നോക്ക്. ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവളിങ്ങനെ പ്രശ്നാക്കൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുടിക്കാതെ വരായിരുന്നു. അതിനുശേഷം എന്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ട് എന്റെ അച്ഛൻ മദ്യപാനം തന്നെ തീരെ നിർത്തി. ഓ, വെരി നൈസ്. അത് ശരി, നിങ്ങളുടെ നാട്ടിൽ എത്ര പേര് കുടിക്കുമായിരുന്നു? ഒരു 5-6 പേര് കുടിച്ചോണ്ടിരുന്നു, അത്രേ ഉള്ളൂ. ജനങ്ങൾക്ക് കുടിക്കാനായി പണം ഇല്ലാഞ്ഞിട്ടാണോന്നറിയില്ല. അപ്പൊ ആരുടെ അടുത്തും പണമില്ല, അതല്ലേ പറയാൻ വന്നത്? കാശുണ്ടെങ്കിലും ചിലർക്ക് മദ്യപിക്കാൻ ഭയമാണ്. മദ്യപാനിയാണെന്ന് അറിഞ്ഞാ ഈ നാട്ടിലെ ജനങ്ങൾ അവരെ ബഹുമാനിക്കില്ല എന്നുള്ള പേടിയായിരുന്നു. ശരി, അതിനുശേഷം? അതിനുശേഷം കുടിക്കുന്നവരുടെ എണ്ണം കുറേശ്ശെയായി കൂടിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം എന്തായി? അതിനുശേഷം കുറേശ്ശെയായി അത് എവിടെ എത്തിയെന്നറിയോ? ഏതുവരെ എത്തി? നാരായണ, എടാ നാരായണ, അകത്തിരുന്നിട്ട് ആരാന്ന് ചോദിക്കാ, പുറത്തേക്ക് വാടാ. എടാ തല്ലിപ്പൊളി, എന്താടാ ഇത്? വെള്ളടിച്ചിട്ട് വന്നിട്ട് എന്റെ പേര് വിളിക്കുന്ന ഏത് നാരുടെ കൂടെ കള്ളൂടി പഠിച്ചത്? എന്തിനാ എന്റെ ജീവൻ എടുക്കുന്നത്? അതല്ല, ചാരായ കടത്തെ കട എന്താ നിങ്ങൾ അടയ്ക്കാതിരുന്നേ? എന്താടാ നീ പറയുന്നേ? അപമാനിച്ച കട ഞാൻ എന്തിനാ കൊടുക്കുന്നേ? അവൻ എന്റെ മാമനെ മരുമോനാ. അവന്റെ കട അല്ലാന്നേ, ഞാൻ നിങ്ങളുടെ മകൻ എന്നല്ലേ പറയുന്നത്. ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നുണ്ട്. മകന്റെ കട അടയ്ക്കാൻ പറ്റില്ല അല്ലേ? നീയൊക്കെ ഒരു അച്ഛനാടോ? എടാ, നിന്നെ പോലുള്ള മോനെ നിന്റെ അച്ഛൻ തപസ് ചെയ്തുണ്ടാക്കിയതാ മോനെ. എന്നാ നീയൊക്കെ എങ്ങനെയാ ചെയ്യുന്നേ? എടേ സമാധാനിക്കടാ, ചവിട്ടി കൊല്ലിഞ്ഞാടാ. കുടിക്കാൻ വേണ്ടി കോഴി, ആട്, മാട് എല്ലാത്തിനും കൊണ്ടുപോയി വിറ്റില്ലടാ നീ. നിഴലിന് വേണ്ടി ഒരു മരം നട്ടിരുന്നു, അത് വിറ്റ് കുടിച്ചില്ലടാ നീ. നീ എന്താടാ നീ വിൽക്കാൻ പോകുന്നേ? നിന്നെ ഞാനുണ്ടല്ലോ. നിനക്കെന്താ പ്രശ്നം? അടിക്കുക അത്ര, എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ. ഇങ്ങോട്ട് നോക്കിയാ ശശിയെ, കാലത്ത് തന്നെ വെള്ളം അടിച്ചു വന്നിട്ട് എന്നെ അനാവശ്യമായിട്ട് പറയുന്നു. എല്ലാത്തിനും കാരണം ഇയാളാ. നോക്കണോ എങ്ങനെയാ സംസാരിക്കാൻ നോക്കിയേ? ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കും. നീ നടങ്ങ ഞാനൊന്ന് ചോദിക്കട്ടെ. നോക്കിയ ശശി, ഇപ്പം കുടിച്ച് കുടിച്ച് എല്ലാം നശിപ്പിക്കുക. ഇപ്പം നശിപ്പിച്ച കാശിന് ടവല് കൂടെ വാങ്ങിച്ചിട്ടില്ല. ഈ ടവല് കണ്ടില്ലേ? ഈ ടവല് നിങ്ങളുടെ ആരുടെ? പിടിച്ച ആർക്ക് വേണം ഇത്? നിക്കടാ ഒരു മിനിറ്റ്. പിന്നെ ശശി, ഈ ടവല് എന്റെ അടുത്ത് പറഞ്ഞപ്പോ എന്റെ മുഖത്ത് വലിച്ചേർന്നു. അവനിട്ടിരിക്കുന്ന ഷർട്ട് ആരാ തയ്ച്ചു കൊടുത്തെന്ന് നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിക്കും. ലോകത്തില്ലാത്ത ഷർട്ട് വാങ്ങിച്ചു പറഞ്ഞ് നാട് മുഴുവനും പറഞ്ഞോണ്ട് നടക്കുക. ആർക്ക് വേണം നിങ്ങളുടെ ഷർട്ട്? എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ. ഷർട്ട് ഊരി തന്നു. അപ്പൊ ഇത് ഇതോ? ഈ ട്രൗസർ എന്നാ പിടിച്ചോ. ആർക്ക് വേണം ഇത്? അച്ഛനും മോനും ഇങ്ങനെ തല്ലുകൂടി ഡ്രസ് ഊരിക്കൊണ്ടിരിക്കാ ചേട്ടാ. എടാ പരമേശ്വര, അച്ഛനാണെങ്കിൽ ഒരു ചില വാക്കുകൾ പറഞ്ഞിരിക്കും കേട്ടാ. അതിനുവേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യും? എന്നെ ഇത്രയും അപമാനിച്ചിട്ട് ഞാൻ ഈ ട്രൗസർ ഇടണമെന്നാണ് പറയുന്നത്. ആർക്ക് വേണം ഇത്? എനിക്കത് വേണ്ട. മനസ്സിലാവത്തില്ലേ? നന്നായിട്ട് ഒഴിക്കണോ? എത്രത്തോളം ആയെന്ന് കരുതിക്കോളൂ. ഷേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊരു അതിശയമാണല്ലേ. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തേക്കുള്ള വ്യത്യാസം മനസ്സിലായേ നിങ്ങൾക്ക്? അതേ മോനെ, അത് മാത്രമല്ല, ഞങ്ങളെ നാട്ടില് വേറെ എങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോളൂ. പറയൂ, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അമാവാസ എന്ന് പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അമാവാസിയാണോ? അതെ, അവരെ എന്തിനാ അമാവാസി എന്ന് വിളിക്കുന്നത്? അവ അമാവാസിയിലാണ് ജനിച്ചതത്രേ. അവനെ കുട്ടിക്കാലം തൊട്ട് എല്ലാവരും അമാവാസ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് അതന്നെ അവന്റെ പേരായി. ആ അമ്മാവാസ എന്താ ചെയ്തു പറയൂ. ഞങ്ങളെ നാട്ടിൽ എത്രയോ പേര് മദ്യപിച്ച് നശിച്ചു പോയി. അതിന് കാരണക്കാരൻ അവനായിരുന്നു. അതെങ്ങനെയാ?
അവനൊരു തെറ്റ് ചെയ്തിട്ട് ആരും അറിയാതെ അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. അത്രയ്ക്ക് അദ്ദേഹം എന്താ ചെയ്തേ? ഇവിടെ സുന്ദരി എന്ന് പേരുള്ള ഭംഗിയുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. എന്താ അമാവാസി ഈ നേരത്ത് വന്നിരിക്കുന്നത്? എന്താ കാര്യം? കാര്യമായിട്ടൊന്നുമില്ല. കുറെ നാളായിട്ട് ഞാൻ നിന്നെ കണ്ടോണ്ടിരിക്കുകയല്ലേ. എന്തെങ്കിലും ഒന്ന് ചെയ്ത് നിന്നെ എന്റേതാക്കണമെന്നുള്ള ഒരു തീരുമാനത്തോടെ വന്നിരിക്കുക, അത്രേ ഉള്ളൂ. എന്താ ഞാൻ എന്താ മോശക്കാരിയാണെന്ന് കരുതിയോ നീ? എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല. എനിക്ക് ദേഷ്യം വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പൊക്കോ മര്യാദയ്ക്ക്. ഒരു ദിവസം മാത്രം ഒന്ന് മനസ്സ് തുറന്നൂടെ? നിന്നെ റാണിയെ പോലെ ഞാൻ നോക്കിക്കോളാം. എടാ തെണ്ടി വൃത്തികെട്ടവനെ, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ. ഞാൻ എന്റെ ഭർത്താവിനെതിരായി ഒന്നും ചെയ്യില്ല. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. കിട്ടുന്ന നല്ല അവസരങ്ങൾ എന്തിനാ നീ വെറുതെ ഇങ്ങനെ പാഴാക്കുന്നത്? ഇന്നൊരു ദിവസം മാത്രം നീ എന്റെ കൂടെ നിൽക്കേ, അത് മതി. എടാ മഹാഭാവി, എന്തൊക്കെയാ നീ പറയുന്നത്? അതേ സുന്ദരി, ആ കുടിയനെ കല്യാണം കഴിച്ചിട്ട് നിനക്ക് എന്ത് സുഖം കിട്ടാനാ? അതിനുവേണ്ടിയാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. വാ നോക്ക്, ഇനിയും ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ ഞാൻ ചൂലും കെട്ടായിരിക്കും എടുക്കാൻ പോകുന്നത്. നാണം കെട്ടവൻ, മര്യാദയ്ക്ക് വെളിയെ പോ. ഇന്നെന്ത് സംഭവിച്ചാലും ശരി, നിന്നെ മുഴുവനായിട്ട് അനുഭവിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എന്താ മോളെ, എന്ത് പറ്റി? എന്ത് പറ്റി മോളെ? നീ എന്തിനായിരുന്നു വേളം വെക്കുന്നത്? അമാവാസ എന്നെ കേറി പിടിക്കാൻ നോക്കി. ആണോ? അവൻ എന്ത് ധൈര്യം ഉണ്ടാവണം? ഇന്നവൻ വരട്ടെ, ഞാൻ കാണിച്ചോട്ടെ. നീ വാടാ, വായല്ലേ. ഇവിടെ നടക്ക്. എടോ എന്തായി? എന്തെങ്കിലും ഓടി വരുന്നത്? അമാവാസ്യ സുബ്രഹ്മണ്യയുടെ ഭാര്യയുടെ കൂടെ മോശമായിട്ട് പെരുമാറിയ അനാവശ്യമായിട്ട് കണ്ണി കണ്ടതൊക്കെ ചെയ്തോണ്ടിരിക്കുക. അവൻ എന്റെ ഭാര്യയുടെ അടുത്ത് അന്ന് ഇതുപോലെ നടന്നത്. അവനെ വെറുതെ വിടാൻ പാടില്ല. വരൂ. വാ, വാ, വാ. അല്ല, എങ്ങോട്ടാ അവൻ പോയത്? അവൻ എങ്ങോട്ടാണ് പോയെന്ന് അറിയില്ലല്ലോ. നമ്മുടെ അവൻ എസ്കേപ്പ് ആയല്ലോ. അവൻ എവിടേക്ക് പോവാനാടാ? നേരം വെളുത്തത് അവൻ നമ്മുടെ കയ്യിൽ തന്നെ വരും. പിന്നെ എന്താ സംഭവിച്ചത്? അദ്ദേഹം നിങ്ങളുടെ കൈ കുടുങ്ങിയോ? അവൻ എങ്ങനെ കുടുങ്ങാനാ? അതിനുശേഷം അവൻ എങ്ങോട്ടാ പോയത്? ഇവിടത്തെ ജനങ്ങളെ കണ്ട് പേടിച്ച് അവൻ ചെന്നൈയിൽ പോയി സെറ്റിലായി. അതിനുശേഷം അവിടെ ഏതോ മന്ത്രിയോടൊപ്പം ചേർന്ന് ചെറിയ ചെറിയ രാഷ്ട്രീയ കളികളൊക്കെ കളിച്ച് അവിടെ തന്നെ സെറ്റിലായി. അതിനുശേഷം നാട്ടിലേക്ക് വന്നിട്ടേ ഇല്ലേ? അവൻ ഈ നാട്ടിലേക്ക് വന്നില്ല. ആ സുന്ദരി ഉണ്ടായിരുന്നില്ലേ, അവളാണ് അവനെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നത്. എന്ത്? സുന്ദരി വീണ്ടും അവരുടെ വീട്ടിലേക്ക് പോയോ? അതേ മോനെ, സുന്ദരിയാണ് അവനെ അന്വേഷിച്ച് അങ്ങോട്ട് പോയത്. അതെങ്ങനെ? അത് അമാവാസേ, ഞാനാണ്. ദാ ഇവിടെയുണ്ട്. സുന്ദരി, എന്താ സുന്ദരി, നീ ഇവിടെ എന്ത് ചെയ്യുവാ? എപ്പോഴാ ചെന്നൈയിലേക്ക് വന്ന്? ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ അമാവാസേ. സുഖമാണോ? ആ, സുഖമാണ്. എവിടെ നന്നായിരിക്കുന്നു, കണ്ടാൽ അറിഞ്ഞൂടെ? പാവം, വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. എന്ത് ചെയ്യാനാ? എന്റെ വിഷമമൊക്കെ ഞാൻ ആരോട് പോയി പറയാനാ? അയ്യോ പാവം, എന്ത് സുന്ദരിയായിരുന്നു, ഇങ്ങനെ ആയിപ്പോയല്ലോ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനില്ലേ. വാ, വീട്ടിലേക്ക് പോവാം. വന്ന് വണ്ടി കയറ്, ആലോചിക്കണ്ട. അതിനുശേഷം സുന്ദരി തിരിച്ചു വന്നിട്ടേ ഇല്ല. എന്തൊരു സംഭവം അത്. ആ സുന്ദരി അമാവാസയുടെ കൂടെ പോയെന്നുള്ളതിന് എന്താ തെളിവുള്ളത്? ഇവിടുത്തെ മകേഷ് എന്ന് പേരുള്ള ഒരുത്തൻ പച്ചക്കറികളൊക്കെ കയറ്റി മാർക്കറ്റിലേക്ക് പോകായിരുന്നു. അവൻ കണ്ടിട്ട് വന്ന് എന്നോട് പറഞ്ഞതാ. അവരിവിടുന്ന് പോവാൻ എന്താ കാരണം? എല്ലാത്തിനും കാരണം അവളുടെ ഭർത്താവായിരുന്നു. അവരുടെ ഭർത്താവോ? അതെ. അതേ, എന്താ ചെയ്തേ? അയാൾ എന്ത് ചെയ്തെന്നോ? ദിവസം മദ്യപിച്ച് വന്ന് കന്നുകാലികളെ തല്ലുന്ന പോലെ തല്ലും. നീ മര്യാദയ്ക്ക് കാശ് തരുന്നുണ്ടോ? നിന്നെയാണ് വിളിക്കുന്നത്. നീ കാശ് തരുന്നുണ്ടോ? മനസ്സിലാവില്ലേ? തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. തരില്ലല്ലേ? ഞാൻ തരടി നിനക്ക്. ദുഷ്ട, നിന്നെ
കൈ നശിച്ചു പോകും. എന്തിനാണ് എന്നെ ഇങ്ങനെ അടിക്കുന്നത്? അയ്യ, എന്നെ ഇങ്ങനെ അടിക്കുന്നത്? എന്താ ഈ ശബ്ദം? എന്നെ രക്ഷിക്കണേ. എന്നെ അടിക്കുന്നത്? അല്ല നിനക്ക് ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നല്ലോ, എന്ത് പറ്റി? കല്യാണം കഴിച്ച പെണ്ണിനെ എപ്പോഴും തല്ലിക്കൊണ്ടിരിക്കാണല്ലോ. നീ ഒരു മനുഷ്യനാണോടാ? ഞാൻ അടിക്കുന്നത് എന്റെ ഭാര്യയാണ്, നിന്റെ ഭാര്യയല്ല. വേണ്ടത് പോടാ ഇവിടുന്ന്. എടാ, നാട്ടിൽ ഇവ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഞങ്ങൾ കുടിച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ടില്ലേ? ആ, ഓട്. നിങ്ങളൊക്കെ നല്ലവരെ പോലെ എന്നെ ഉപദേശിക്കുന്നു. പോയി പണി നോക്കടാ കുടിയന്മാര്. ആ പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണോ ഇവന്റെ ഭാര്യയായിട്ട് വന്നത്? നമുക്ക് എന്താടാ വന്നത്? അവന്റെ ഭാര്യ അവൻ എന്തായാലും ചെയ്യട്ടെ. ആ, വാ, നീ നമുക്ക് വന്നേക്കടാ. അതിനുശേഷം ആ കുടിയന്റെ ശല്യം സഹിക്ക വയ്യാതെയാണ് സുന്ദരി ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോയത്. ഛേ, ഇങ്ങനെയെല്ലാം സംഭവിക്കരുതായിരുന്നു. അവന്റെ സ്വഭാവം കൊണ്ട് അവൻ അനാഥനായി. പാവ അവൾ. ഇപ്പൊ അവരെന്താ ചെയ്യുന്നേ? വേറെന്ത് ചെയ്യാനാ? ഇപ്പൊ അയാള് കൃഷി ചെയ്തോണ്ടിരിക്കാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുമോ? ഓ, അതിനെന്താ കാണാലോ. അല്ല, അപ്പൊ അവരെവിടെ ഉള്ളത്? ഇവിടെ തന്നെ ഉണ്ട് സാർ. ഇവിടെ ഉണ്ടെന്ന് വെച്ചാ ഞാനാ മോനെ അത്. ആ സുന്ദരിയുടെ ഭർത്താവ് കുടിയൻ സുബ്രമണി. സോറി, നിങ്ങളുടെ മനസ്സ് ഞങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു. അതൊന്നും സാരമില്ല മോനെ, എല്ലാം എന്റെ വിധിയാ. എന്ത് ചെയ്യാനാ? ശരി, ആ അമ്മവാസ വീണ്ടും തിരിച്ചു വന്നില്ലേ? ഒരു 4-5 മാസത്തിന് ശേഷം അവൻ ഇങ്ങോട്ട് വന്നു. ആളാകെ മാറിയിരുന്നു. ഡാ മോഹന, ആരാ? എന്തുവാടാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഓ, അമാവാസയാണോ? ആ, അമാവാസ തന്നെ. എന്താടാ, സുഖാണോ? എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? എന്ത് ചെയ്യാനാ, അന്ന് സമയദോഷം, ഇപ്പോഴോ ഭാഗ്യം തെളിഞ്ഞു, അത്ര തന്നെ. ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? അതൊക്കെ പിന്നീട് പറയാം. നീ വന്ന് വണ്ടി കയറ്, നമുക്ക് വീട്ടിൽ പോവാം. എന്തുവാടാ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? വന്ന് വണ്ടി കയറ്. ഡാ മടിക്കണ്ട, വന്ന് കേറ്. അല്ല, എന്താ ഇത്? കാറിലാണല്ലോ വന്നിരിക്കുന്നേ. എനിക്ക് തോന്നുന്നത് ഇത് അടുത്ത വീട്ടിലത്തെ കാറാണെന്നാ. വാടാ വാടാ, വേഗം കയറി ഇരിക്കേ. വേഗം ഇരിക്കേ. അതൊക്കെ ശരിയാ. എങ്ങനെ ഉണ്ടായിരുന്നത് നീ? ഇപ്പൊ എന്താ ഇങ്ങനെ ആയിരിക്കുന്നേ? ഇതൊക്കെ നീ എങ്ങനെയാടാ സമ്പാദിച്ചു കൂട്ടിയത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം നീ ഇതെടുത്ത് കുടിക്കേ. അതൊന്നും വേണ്ട, എന്നെ വിട്ടേക്ക്. ഞാൻ എപ്പോഴെങ്കിലും അടിച്ചതായി നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് വേണമെങ്കിൽ കുടിച്ചോ. ഡാ ഒന്നും ആവില്ല, എടുത്ത് കുടിക്കേ. ഇതെന്താ വിഷമാണോ? എന്തൊക്കെ ആയാലും ശരി, എനിക്ക് വേണ്ട. എന്റെ ഭാര്യ ചീത്ത പറയും. ഇതുവരെ ഞാൻ ഇത് തൊട്ടിട്ടില്ല. അതുകൊണ്ടാടാ നീ ഇങ്ങനെ ഇരിക്കുന്നത്. എപ്പോഴും കാലത്തിനനുസരിച്ച് മാറാൻ പഠിക്കണം. ഇന്നൊരു ദിവസം കുടിച്ചു നോക്ക്. നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ നാളെ തൊട്ട് നീ കുടിക്കണ്ട. എന്താന്നറിയില്ല, എനിക്കിത് ശരിയാവില്ല എന്നാ തോന്നുന്നേ. എന്ന് വെച്ചാ എന്റെ വാക്കിന് ഒരു വിലയുമില്ല. കുടിക്കടാ. എന്നാ ശരി, ഇന്നത്തേക്ക് ഒരു ദിവസം കുടിച്ചേക്കാം. ഇനി നീ എന്നോട് ഇത് ആവർത്തിക്കാൻ പറയരുത്. ശരിയടാ, കുടിക്കേ. ഫു, ഇതെന്താ ഇങ്ങനെ? ആദ്യമൊക്കെ ഇങ്ങനെയാ ഉണ്ടാവുക, പിന്നീട് അതൊക്കെ അങ്ങ് ശരിയായിക്കോളുന്നേ. ആ എടാ, പിന്നെ മോഹന, നാട്ടിൽ എന്റെ കുറച്ച് സ്ഥലമില്ലേ, അവിടെ ഒരു വീട് പണിയിപ്പിക്കാന്ന് കരുതി. നാളെ അതിന്റെ ജോലി തുടങ്ങും. ആ, പണിയിപ്പിക്ക്. എന്തായാലും വീട് കെട്ടാൻ പോവാണ്. കെട്ടുമ്പോ നീ എന്തായാലും വലുത് കെട്ടിക്കോ. പിന്നെ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനില്ലേ, ഞാൻ പ്രസിഡന്റായിട്ട് നിൽക്കാൻ പോവുക. നിങ്ങളൊക്കെ ചേർന്ന് വേണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ. തീർച്ചയായിട്ടും ചെയ്യാന്നേ. ജയിച്ചതിന് ശേഷം എന്നെ മറക്കാൻ പാടില്ല. അതെങ്ങനെയാടാ നിന്നെ മറക്കാൻ പറ്റുക? നമ്മള് കുട്ടിക്കാലം മുതലേ ഒന്നിച്ച് കളിച്ച് വളർന്നവരല്ലേടാ. നന്നായി, അത് നീ മറന്നിട്ടില്ലല്ലോ. എടാ അമാവാസി, എന്ത് സാധനം നീ എനിക്ക് തന്നെന്ന് അറിയില്ല. എനിക്ക് എന്തൊക്കെയോ തോന്നുന്നടാ. സ്വർഗം തന്നെ ഇവിടെ അടുത്തുള്ള പോലെയാ തോന്നുന്നേ. നീ കുറച്ചും കൂടി ഒഴിക്കടാ. കുടിക്കടാ. എടേ മല്ലികേ, ഇങ്ങോട്ട് വാടി. എടേ മല്ലികേ. ആരാ? എന്താ ചേട്ടാ, എന്താ പറ്റിയേ? ഒന്ന് പോവാടുന്ന്. നിങ്ങൾ നല്ല അഭിനയിക്കുന്നുണ്ട്. അഭിനയിക്കേ? ആ, ഇതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വീട്ടിന്ന് വിളിക്കുന്നേ. സത്യമായിട്ടും കുടിച്ചിട്ട് വന്നിട്ടുണ്ടോ? അതേടി, എന്നെ കാണുമ്പോ നിനക്ക് മനസ്സിലാവുന്നില്ലേ? എന്തിനാ കുടിച്ചിട്ട് വന്നേ? എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല. എന്ത് പറ്റി നിങ്ങൾക്ക്? എടേ, ചെന്നൈയിൽ നിന്ന് എന്റെ സുഹൃത്ത് അമാവാസി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെറുപ്പം മുതൽ കളിച്ച് വളർന്നവരാ. അതുകൊണ്ട് അവനെ വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് സ്വല്പം ഞാനും കുടിച്ചു. അതിനിപ്പോ എന്താടി? ഞാൻ കുടിക്കുന്നവരെ തിരുത്തുന്നവരെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ
കുടിക്കാത്ത ശീലമുള്ളവരെ കുടിപ്പിച്ച് അയച്ചിരിക്കുകയാണല്ലോ നിങ്ങളുടെ കൂട്ടുകാരൻ. അവൻ എന്റെ കയ്യിൽ കിട്ടിയ മുഖത്തടിക്കും ഞാൻ. എടേ നിന്റെ നാക്ക് നീളണ്ട കേട്ടോ. ഇനി ഒരു പ്രാവശ്യം എന്റെ സുഹൃത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്നെ എന്താ ചെയ്യാന്ന് എനിക്കെന്നെ അറിയില്ല. കല്യാണം കഴിച്ചവളെക്കാളും നിങ്ങളുടെ ഫ്രണ്ടാണോ നിങ്ങൾക്ക് വലുത്? അതേടി, നിന്നെ കാട്ടിലും എനിക്ക് അവൻ തന്നെയാ വലുത്. ഇനി ഒരു പ്രാവശ്യം എന്റെ സുഹൃത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്നെ എന്താ ചെയ്യുന്നെന്ന് നോക്കിക്കോ നീ. എന്താ ചെയ്യാ? എന്താ എന്നോട് തർക്കുത്തരം പറയുന്ന നീ? ആരടാ അത്? ഇവൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അമ്മാവസേനെ പോലെ ഉണ്ടല്ലോ. ഇത് അവൻ തന്നെടാ. വാടാ. എന്തൊക്കെയോട്ട് രംഗൻ ചേട്ടാ, വലിയേട്ടാ, രണ്ടുപേർക്ക് സുഖം തന്നെയല്ലേ? എന്ത് ഗെറ്റപ്പാടാ ഇത് അമ്മാവാസേ? ഇത് നീയാണെന്ന് പറയേ ഇല്ലല്ലോ. ഇത്ര നാൾ എവിടെയായിരുന്നു? ഇപ്പൊ ഞാൻ ചെന്നൈയിലാണുള്ളത്. ആദ്യത്തെ പോലെയൊന്നുമല്ല, ഭയങ്കര ബിസിയാണെന്നേ. നല്ല നല്ല ജോലികളൊക്കെ ചെയ്തിട്ട് ഹാപ്പി ആയിരിക്കുവാ ഞാൻ. പിന്നെ ഞങ്ങളുടെ MLA സത്യമൂർത്തി സാറില്ലേ, ഞാനില്ലാതെ ആ സാറ് ഒരു ജോലിയും ചെയ്യില്ലെന്നേ. ഞാൻ അയാൾക്ക് റൈറ്റ് ഹാൻഡ് പോലെയാ. ഓഹോ, അതാണോ കാര്യം? ആ എങ്കിൽ കൊള്ളാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ശരിയപ്പോ കാണാം. ചെല്ല്. അവന്റെ ഒരു യോഗമേ. എടോ ബോർലിംഗ്, ഏതോ ഒരു കമ്പനിക്കാരൻ നമ്മുടെ നാട്ടിലെത്തി കേട്ടാ. ഈ മരുന്ന് കൊള്ളാം, ഇത് ഇട്ടാ നന്നായിരിക്കും എന്ന് പറഞ്ഞു തന്നു. ഞാനും ഉപയോഗിച്ച് നോക്കി, നന്നായിരുന്നു കേട്ടോ. പെട്ടെന്ന് അതില് പുഴു വന്നു കേട്ടാ. മരുന്നടിച്ചു നോക്കി, എന്നിട്ടും അത് ശരിയായില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറ. ശരി ചേട്ടാ, നിങ്ങൾ പറയുന്നത് സത്യം തന്നെയാ. നമ്മുടെ ഗ്രാമത്തിലും 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഒത്തുചേർന്ന് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണമെന്നേ. അതില്ല ബോർലിംഗം, എറണാകുളത്തിനടുത്ത് എന്റെ പേരിൽ 2 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ വെള്ളത്തിനാണ് പ്രശ്നം. അതിന് ഞാൻ എന്താ ചെയ്തതെന്നറിയോ? അതിനൊരു ബോറിട്ടു. എന്റെ ഭാഗ്യം അറിയടാ, 2 അടിക്ക് വെള്ളം വന്നു. വലിയൊരു കിണർ കൂടി അങ്ങോട്ട് ഉണ്ടാക്കി. വെള്ളം തടഞ്ഞു വെച്ചിട്ട് നല്ല ചീര അങ്ങോട്ട് നട്ടു. നന്നായിട്ട് അങ്ങോട്ട് വിളഞ്ഞു. നമ്മുടെ ആ വിഷു ആഘോഷം വരുന്നില്ലേ, വേറെ എന്തോന്ന് അറിഞ്ഞൂടാ, ഒരു പുതിയ മുറയിൽ ഉണ്ടാക്കുന്നു. എല്ലാം പാതിലങ്ങോട്ട് അറുത്തു വിട്ടു. എങ്ങനെയാടോ കൃഷിക്കാരൊക്കെ നന്നാവുന്നത്? എടാ സത്യ, അങ്ങോട്ട് നോക്കി. ചേട്ടാ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവും. ശരി ബോർലിംഗം, എല്ലാം ഒന്ന് നോക്കി ചെയ്യേ. 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാതിരാത്തിൽ ഇവിടുന്ന് ഓടിപ്പോയവനാ ഇപ്പോഴാ ഈ നാട്ടിലോട്ട് വരുന്നത്. 1-ാം നമ്പർ തരികടയാ. അന്ന് വള്ളി നിക്കറിട്ടുണ്ട് ഓടിപ്പോയതാ. ഇന്നവന്റെ വേഷം കണ്ടില്ലേ? അത് പിന്നെ അവൻ ചെന്നൈയിലൊക്കെ പോയതല്ലേ, അപ്പൊ പിന്നെ എല്ലാം തന്നെ മാറിക്കോളും. എന്താ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവനെ വിടാൻ പാടില്ല. അവനൊരു പണി കൊടുത്തേ പറ്റൂ. അവൻ ചിലപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മളെ ആ പഴയ കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നു പോയെന്ന്. നിങ്ങൾ പറയുന്നത് ശരിയാട്ടാ. ഇന്നവനൊരു നല്ല പാഠം പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ കഥയൊക്കെ പറഞ്ഞു, എന്റെ കഥ കേട്ടാ നിങ്ങൾ എന്താ പറയാന്ന് അറിയില്ലല്ലോ. എടോ ബോർലിംഗ്, അങ്ങോട്ട് നോക്ക്. ഹേയ് സത്യ, എന്താടോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബീഡി വലിച്ചോണ്ടിരിക്കുന്നത്? നാണക്കേട്. എന്നാ എല്ലാരും സിഗരറ്റ് വലിക്കും. കണ്ടോടോ, നാട് വിട്ടു പോയനെ വീണ്ടും ഇവിടെ തന്നെ എത്തി. ഇനി ആർക്കൊക്കെ എന്തെല്ലാം കുഴപ്പങ്ങളാ വരാൻ പോകുന്നെന്ന് ആർക്കറിയാം. ഇതുപോലത്തെ ആൾക്കാരൊക്കെ നടു റോഡിൽ തുണി ഊരി അടിക്കണം. അതിരിക്കട്ടെ, നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് കുടിച്ചിട്ട് എത്ര ദിവസമായല്ലേ? എന്നാ വാ, നമുക്ക് പോയി കുടിക്കാന്നേ. അല്ല, എന്തോ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നല്ലോ, ആരെ കുറിച്ചായിരുന്നു? നിന്നെ പറ്റി തന്നെയാ സംസാരിച്ചോണ്ടിരുന്നത്. നമ്മുടെ അമാവാസ്യ മാറിയെന്നുള്ള കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഡ്രസ്സിനെ കുറിച്ചാ സംസാരിച്ചോണ്ടിരുന്നത്. അത് ശരി. പിന്നെ വാ, പോ. അടിച്ചു പൊളിക്കാതെ. നല്ല വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴേ നമ്മുടെ ജനങ്ങൾ അവന് കൊടുക്കുന്ന മര്യാദ കണ്ടില്ലേ? നമ്മുടെ നാട്ടിലുള്ളവര് ശരിയല്ലാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാ? നീ പറയുന്നൊക്കെ ശരി തന്നെ. എന്ത് ചെയ്യാനാ? ഒക്കെ അന്യായത്തിനാ നല്ല കാലം. ഇവരൊക്കെ എന്ത് ആൾക്കാരാ? ഇതുകൊണ്ടാണ് നമ്മുടെ നാട് ഇനി ഇങ്ങനെ തന്നെ ഉള്ളത്.
എന്തുവാടാ അവിടെ നിന്ന് കളഞ്ഞത്? വാടാ. അത് ചേട്ടാ ആ കടയിൽ പോണ്ട, നമുക്ക് ഈ കടയിലേക്ക് പോവാം. എന്തേ? ചേട്ടാ ആ രാമന്റെ കടയിലെ ഇവൻ കടം വാങ്ങിയിട്ടുണ്ട്. ഇനി ഇവൻ തിരിച്ചു കൊടുത്തില്ലേ അവൻ ഇവന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ തൂന്ന് കാറി തുപ്പത്തില്ലേ, അതുകൊണ്ടാ ചേട്ടാ. ഇതാണോ കാര്യം? എടാ ഞാനുണ്ടല്ലോ. ചേട്ടാ അപ്പൊ എനിക്കോ? എല്ലാവരുടെയും ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞില്ലേ? വാ. എന്നാ പിന്നെ ശരി പോയേക്കാം. എന്തുവാടാ ഇവിടെ ആരെയും കാണുന്നില്ല? അകത്തിരിപ്പുണ്ട് ചേട്ടാ, വിളിക്ക്. എടാ രാമു. അതെ രാമു, ഒരു പാക്കറ്റ് ചാരായം തരുമോ? പഴയ ബാക്കിയും ചേർത്ത് നാളെ തന്നോളാം. അമാവാസേ, നിനക്ക് നാണമില്ലടാ? എന്റെ പഴയ കടം തന്നിട്ട് മേടിച്ചോണ്ട് പോടാ. എന്തിനാടാ നീ ഇങ്ങനെ ആളെ പറ്റിച്ചോണ്ട് നടക്കുന്നത്? നാണമില്ലാതെ വീണ്ടും വന്ന് ചോദിക്കുന്നു. എന്തുവാടോ അങ്ങനെ നോക്കുന്നത്? നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം. സുഖമായിരിക്കുന്നോ? ആ സുഖായിരിക്കുന്നു ചേട്ടാ. ആ ഇവരുടെയൊക്കെ കട എത്ര ഉണ്ട്? എന്നാ ഇവൻ വന്നതുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും കടം അങ്ങ് തീർക്കാം. കിട്ടുന്നിടത്തോളം ഇവനെ പിഴിഞ്ഞെടുക്കാം. എന്തിനാ അങ്ങനെ നോക്കുന്നത്? ഇതിനു മുമ്പ് 500 രൂപയൊന്നും കണ്ടിട്ടേ ഇല്ലേ? ഇതെന്റെ പോക്കറ്റ് മണിയാ. ആയിരിക്കാം ചേട്ടാ, നിങ്ങൾ വലിയ മനുഷ്യനായില്ലേ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചോളൂ, പിന്നീട് കാശ് തന്നാ മതി. അങ്ങനെ പറയണോ? എടാ എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചോ. പുറകിലേക്ക് വരൂ. ആ, ചെല്ല്, ചെല്ല്. ആ വാ വാ. എടാ രാമു വേഗം ആവട്ടെ. വേഗം കൊടുക്ക്, എല്ലാവർക്കും കൊടുക്ക്. കുറച്ച് അച്ചാറ്. ചേട്ടാ നിനക്കോ? കുറച്ച് അച്ചാറടിക്കാമേ. എടാ ഞാൻ എപ്പോഴും വിദേശ മദ്യമേ കഴിക്കാറുള്ളൂ. വെറുതെ കിട്ടിയാ പോലും സത്യമായിട്ട് ഇത് ഞാൻ കുടിക്കാറേ ഓ അതുകൊണ്ടാണോ? ഓ അതൊക്കെ വീട് ചേട്ടാ. നാണിക്കണ്ട, എത്ര വേണേലും കുടിച്ചു. ഇഞ്ഞൊരു പാക്കറ്റ് കൂട്ടി തരൂ ചേട്ടാ. സത്യ അതെയോ? മാരി ഗോവിന്ദ, ഇപ്രാവശ്യമേ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാനാ നിൽക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാരും കൂടി എന്നെ ജയിപ്പിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജയം ഒരുക്കി തരും ചേട്ടാ. നിങ്ങൾ അല്ലാതെ വേറെ ആരെ ജയിപ്പിക്കാനാ ചേട്ടാ? ഒന്ന് പറഞ്ഞേ. അതെ ചേട്ടാ. ഞങ്ങളൊക്കെ ഇല്ലേ ചേട്ടാ? എടോ MD, നമസ്കാരം. ആ ട്രാൻസ്ഫറിനെ കുറിച്ച് ഒരു ഫയൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തായി? ചെയ്തോണ്ടിരിക്കുക സാറേ. എടോ അതൊന്ന് വേഗം അയച്ചു തന്നേക്ക്. ഇനി ഒരു വാരത്തിൽ കാര്യങ്ങൾ നടക്കാൻ പോവുക. ശരി സാർ, നാളെ അയച്ചേക്കാം. ആ ഓക്കെ സാർ, താങ്ക് യു സാർ. നമസ്കാരം സാർ. ആ വരൂ 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 മഹേഷ്, ഇരിക്കൂ. ഇതാരാ? ഇവനെന്റെ രണ്ടാമത്തെ ഭാര്യയിലുണ്ടായ മോനാ. വന്നതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞില്ല. സാറേ, സാറിന്റെ കോളേജിൽ ഇവനൊരു സീറ്റ് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാ ഞാൻ വന്നത്. നിങ്ങൾ എന്റെ കോളേജിലേക്ക് പോയി പ്രിൻസിപ്പാളിന്റെ അടുത്ത് ഫോൺ ചെയ്യാൻ പറയൂ, ഞാൻ അവരോട് സംസാരിക്കാം. ശരി, എന്നാ പിന്നെ ഞങ്ങൾ ആ, ഇറങ്ങട്ടെ. എന്നാ ആയിക്കോട്ടെ. കൃഷ്ണ, ആ ബീഫോം വന്നിട്ടുണ്ടോ? നാളെ കാലത്ത് വരും ചേട്ടാ. ആ വരൂ അമാവാസ, ഇരിക്കൂ. എന്താ കാര്യം? ഒന്നുമില്ല ചേട്ടാ, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി എല്ലാ ഗ്രാമങ്ങളിലും പോയിട്ട് വന്നു. എല്ലാവരും നിങ്ങൾ നിന്നാ മതി, നിങ്ങൾക്കേ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഒറ്റ കാലിൽ നിൽക്കുക. ധൃതി പിടിക്കണ്ട അമാവാസെ, ഓപ്പോസിറ്റ് പാർട്ടിയിൽ ആരാണ് കാൻഡിഡേറ്റ് ആയി നിർത്തുന്നതെന്ന് നോക്കാം. മറ്റാർക്ക് വോട്ട് ചെയ്യാനാ അവരൊക്കെ? ഞങ്ങളുടെ നാട്ടില് ബോർലിംഗ് എന്ന് ഒരുത്തനുണ്ട്, അവൻ തന്നെ. എനിക്കറിയാം, ആ ബോർലിംഗ് അല്ലേ? അവൻ ഇന്നലെയാണ് പേര് രജിസ്റ്റർ ചെയ്തത്. അവൻ്റെ അടുത്താണെങ്കിൽ 10 പൈസ പോലും ഇല്ല. എന്നെ എതിർത്തിട്ട് അവൻ എങ്ങനെ ജയിക്കാനാ? എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഈ പ്രാവശ്യം നമ്മുടെ പാർട്ടി തന്നെ ജയിക്കണം. എതിർ കക്ഷികൾ ഒരിക്കലും ജയിക്കാൻ പാടില്ല. നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇപ്രാവശ്യം ഞാനാണ് ജയിക്കുക. നമ്മുടെ പാർട്ടിയെ വരൂ. ശരി, ഒന്ന് സൂക്ഷിച്ച് നടക്ക. നീ ബീഫാം എടുത്തിട്ട് വരൂ. ചേട്ടാ, വെറും ഫോം മാത്രം കൊടുത്താൽ എങ്ങനെയാ ചേട്ടാ? ചിലവ് ചെയ്യാൻ എന്തെങ്കിലും? നീ ആദ്യം നോമിനേഷൻ സബ്മിറ്റ് ചെയ്യേ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ശരി ചേട്ടാ. നിങ്ങളുടെ വോട്ട് അമാവാസിക്ക്, നിങ്ങളുടെ വോട്ട് അമാവാസിക്ക്, നിങ്ങളുടെ വോട്ട് അമാവാസിക്ക്, നിങ്ങളുടെ വോട്ട് അമാവാസിക്ക്, നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ വോട്ട് അമാവാസിക്ക്. ബോർലിംഗം നീനാൾ വാഴട്ടെ, ബോർലിംഗം നീണാൾ വാഴട്ടെ, ബോർലിംഗം നീണാൾ വാഴട്ടെ, ബോർലിംഗം നീണാൾ വാഴട്ടെ.
നിങ്ങളുടെ വോട്ട് അമാവാസിക്ക്, നിങ്ങളുടെ വോട്ട് അമാവാസിക്ക്, നിങ്ങളുടെ വോട്ട് ആർക്കാണ്? ബോർലിംഗത്തിന്. നിങ്ങളുടെ വോട്ട് ആർക്കാണ്? ബോർലിംഗത്തിന്. നിങ്ങളുടെ വോട്ട് ആർക്കാണ്? ബോർലിംഗത്തിന്. അമാവാസെ നീണാൾ വാഴട്ടെ, 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 അമാവാസെ നീണാൾ വാഴട്ടെ. നിങ്ങളുടെ വോട്ട് ആർക്കാണ്? ബോർലിംഗത്തിന്. നിങ്ങളുടെ വോട്ട് ആർക്കാണ്? ബോർലിംഗത്തിന്. നിങ്ങളുടെ വോട്ട് ആർക്കാണ്? ബോർലിംഗത്തിന്. ബോർലിംഗയുടെ വോട്ട് ആർക്കാണ്? ബോർലിംഗത്തിന്. ചേച്ചി ആരുമില്ലേ? ആ ദാ വരുന്നു. ആരാ? ചേച്ചി ഈ ഇലക്ഷനിൽ ഞാൻ മത്സരിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. നമ്പർ 2. ചേട്ടൻ വീട്ടിലില്ലേ? പുറത്തു പോയിരിക്കാം. ചേട്ടനെ എനിക്ക് തന്നെ ഇടം പറയണേ. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാ ഞാൻ ശരി നിൽക്കുന്നത്. എന്നാ ഞാൻ ചെയ്തോളാം. മറക്കാതെ ഇടണേ. വോട്ട് ചെയ്തേക്കണം. ഞങ്ങൾക്ക് തന്നെ വോട്ട് ഇല്ലില്ല ചേച്ചി തീർച്ചയായും ചേച്ചി, വോട്ട് ചെയ്യണോട്ടാ. ആ തീർച്ചയായും ബോർലിംഗ ചേട്ടന് ചെയ്യാം. ബോർലിംഗത്തിന് വോട്ട് ചെയ്യണം കേട്ടോ. എന്നാ ശരി. ആ ശരി ശരി. മറക്കാതെ ആ ചിഹ്നം നോക്കി ആ വെച്ചോളൂ. ശരി. ചിഹ്നം ശരിക്കും നോക്കി മറക്കാതെ വോട്ട് ചെയ്യണേ. അതിങ്ങോട്ട് താടാ. അമ്മാവ നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നോ? ഓ ഇതിൽ സുഖം. എന്റെ പേരായിരിക്കും ആദ്യം ഉള്ളത്. ആ. എന്റെ ചിഹ്നം ആ. ഉള്ളനരിയാണ്. തീർച്ചയായിട്ടും എനിക്ക് തന്നെ വോട്ട് അങ്ങനെ ചെയ്യണം. തന്നെ ആവട്ടെ. വീട്ടിലെല്ലാവരോടും ആ പറഞ്ഞേക്കും. ശരി ഇട്ടേക്ക്. അമ്മാവ നിങ്ങളും എനിക്ക് വോട്ട് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ആ നടക്ക്. അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നേരെ നടക്കണം. ചേട്ടാ മുത്തേട്ടാ, ആ നമസ്കാരം സുഖം മോനെ. തന്നെയല്ലേ? സുഖം തന്നെ. എന്താ പ്രസിഡന്റ് കാര്യം? ഇലക്ഷനിൽ ഞാൻ ആ, മത്സരിക്കുക. മോനില്ലേ വീട്ടില്? പുറത്തു പോയിരിക്കാം. അവന്റെ അടുത്ത് എനിക്ക് ഇടാൻ വേണ്ടി പറയണേ. തീർച്ചയായിട്ടും. ഉറപ്പായിട്ട് നിങ്ങൾ എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ ഇട്ടോളാം. ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടി എന്നെ ഒന്ന് ആ, അനുഗ്രഹിക്കണേ. നീ ജയിക്കും മോനെ. നന്നായിരിക്കട്ടെ. വിളിക്കടാ. മുത്തശ്ശി, മുത്തശ്ശി ഇങ്ങ് വന്നേ. ആരാ മോനെ? മുത്തശ്ശി, നമസ്കാരം. ആ നമസ്കാരം. സുഖം തന്നെയല്ലേ? ആ സുഖായിരിക്കുന്നു. മുത്തശ്ശനകത്തുണ്ടോ? അതെ പുറത്തു പുറത്ത് പോയിരിക്കാം. പോയിരിക്കാണോ? പിന്നെ എന്റെ നമ്പർ 1 കേട്ടോ. മാത്രമല്ല കുള്ളനരിയാണ് എന്റെ ചിഹ്നവും. ആ. നാളെ മറക്കാതെ ഈ ചിഹ്നത്തിൽ വേണം വോട്ട് ചെയ്യാൻ. ശരി. ഒരിക്കലും മറക്കല്ലേ മുത്തശ്ശി. ആ, ശരി. മുത്തശ്ശനോടും പറയണേ. ആ തീർച്ചയായും ദാ, ചെയ്യും. വാ അങ്ങോട്ട് മാറടാ. അമ്മാവനെ അങ്ങോട്ട് അന്വേഷിച്ചു നടക്കാം. പറയ്. ശരി. ആ. വീട്ടിൽ എത്ര വോട്ടുണ്ട്? 3 പേര്. ആരോടും പറയല്ലേ. വോട്ടിട്ടേക്കണേ. ആദ്യം നമ്മുടെ ഗംഗേമൻ സ്ട്രീറ്റ് ഒക്കെ കവർ ചെയ്യാം. എന്തായാലും നമ്മൾ ഇവിടെ വന്നതല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകുന്നേ. ശരി, അങ്ങനെ തന്നെ ചെയ്യാം. എടാ സത്യ, ചേട്ടാ, ശ്രീനു, ചേട്ടാ ഓരോ വീട്ടിലും പോയി മിസ് ചെയ്യാതെ ഒട്ടിച്ചിട്ട് വരണം. ഉറപ്പായിട്ടും ചേട്ടാ. ജോലിയൊക്കെ തീർന്ന ഉടനെ ആ. നേരെ വീട്ടിലേക്ക് പോര്. അതൊക്കെ എന്തേ? ശരി ശരി. എടാ സുബ്രഹ്മണി, ഇന്ന് നീ ഇനി കുടിക്കരുത് കേട്ടോ. സത്യമായിട്ട് ഞാൻ മദ്യപിക്കില്ല, മറ്റുള്ളവരെ കൊണ്ട് മദ്യപിപ്പിക്കും. എന്നാ പോരെ? പിന്നെ നീ എന്തേലും ചെയ്. എന്നാ പിന്നെ ആ, പറഞ്ഞു. വാ, വാ. അനിയ ആ പറഞ്ഞേട്ടാ. ഇങ്ങോട്ട് വാ. നിനക്ക് വോട്ട് ആ ഉണ്ടല്ലോ ചേട്ടാ. ഇങ്ങോട്ട് തന്നെ. ഇത് വേണ്ട ചേട്ടാ, വെച്ചോ. എനിക്കൊന്നും ശീലമില്ല. എന്താണ് നീ കണ്ടില്ല എന്ന് പറഞ്ഞേ? അത് പല്ലിലിങ്ങനെ കടിച്ച അതിങ്ങനെ വരും. നീ ഞെക്കിയിരുന്ന് വെച്ചോ, എടാ അത് കുടിക്കടാ. പോവും. സാരല്ലടാ, കുടിക്കടാ. വോട്ട് നമ്മുടെ അമാവാസിക്ക് ഇടണം. ഉറപ്പായിട്ടും ഞാൻ അദ്ദേഹത്തിന് എന്നെ വോട്ട് ചെയ്തു. 1 നമ്പർ കുള്ളനരിയാണ് കേട്ടാ. ആ ശരി ചേട്ടാ, ശരി. അപ്പൊ ഞങ്ങള് വരട്ടെ. ചേട്ടന് വോട്ട് ഇട്ടോളാം. നടക്കണ ചുമ്മാ അവന്റെ അടുത്ത്. ദാ, എല്ലാവർക്കും കൊടുത്തില്ലോ അല്ലേ? നീ എന്താ ആടുന്നേ? കള്ളു കുടിച്ചമാര് എല്ലാവർക്കും കൊടുത്തില്ലടാ. എല്ലാവർക്കും കൊടുത്തു. എടാ മോഹന, നമ്മുടെ കയ്യിൽ ഇനി എത്ര പാക്കറ്റ് ഉണ്ടെന്ന് നോക്കിക്കേ. ഒരു 10-12 ബാക്കിയുണ്ട്, അത്രേ ഉള്ളൂ. എടാ മോഹന, നാട്ടുകാർ മുഴുവൻ കുടിച്ചു, എനിക്ക് വേണം. രണ്ടെടുത്ത്. ഡാ അമാവാസ വീട്ടിലേക്ക് വിളിച്ചിരിക്കല്ലേ, പോവാണ്ട് എങ്ങനെയാ? അതൊക്കെ വിടറാ, ദേ, എടുക്കടാ. അമാവാസ ദിവസം തരൂലടാ, ഇപ്പഴേ കിട്ടുള്ളൂ. ഇങ്ങോണ്ട എടാ, എനിക്ക് ഒന്നെങ്കിലും താടാ. നീ എടാ വല്ല- സുബ്രഹ്മണി, അമാവാസ്യ എന്താ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നീ ഓൾറെഡി വീല, ഇത് നിനക്കില്ല. ഇവിടെ നാടാ ഇങ്ങോട്ട്. കുടിക്കേ കുടിക്കേ. എടാ എനിക്കും വേണം. ആ എന്നാ
ചേട്ടാ ചേട്ടാ എനിക്ക് എടോ, വോട്ട് ലൈനിൽ നിക്ക്. ഇടണം. നിക്കാനല്ലേ പറഞ്ഞത്? അവിടെ പോയി നില്ലെടാ, അവിടെ. വോട്ട് ചെയ്യാൻ അവിടെ വേണ്ടി ഇരിക്ക്. വോട്ട് തന്നത്. അല്ല, 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 അങ്ങോട്ട് നിക്ക്. അല്ല, 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 അല്ല. ഇതെന്താ പോ, പോ, പരിപാടി? ഞാൻ മാറി ഇവിടെ നിൽക്കാം. നീ നിൽക്കാം. എന്താ നടുവിൽ വരുന്നേ? നിങ്ങൾ മാറി നിൽക്കോ, ഓരോരുത്തര് വാ. ചേട്ടാ എനിക്ക് വോട്ട് ചെയ്യണം ചേട്ടാ. ഞാനെന്താ ഇടണ്ടെന്ന് പറഞ്ഞേ? കളിയാ, ശരി പോട്ടെ. ഇതെങ്ങോട്ടാ? എനിക്ക് വോട്ട് ചെയ്യണം. നീ അപ്പൊ തന്നെ അത് ഇട്ടല്ലേ? എന്റെ വോട്ടാണ്. ഇത് എന്റെ ഭാര്യയുടെ വോട്ട്. ഇത് ഞാൻ ചെയ്യട്ടെ. അവൾക്ക് സുഖമില്ലാതെ അവിടെ അമ്മയുടെ വീട്ടിൽ എന്തിനാണോ പോയേക്കാണ്. അങ്ങനെ ശല്യം ചെയ്തോണ്ടിരിക്കുന്നത്? ഒന്ന് പോയേ. എന്റെ ഭാര്യയുടെ വോട്ട് ഞാനല്ലാതെ നീ ഇടുന്നോ? മാറി നിൽക്കണോ? പോവാനല്ലേ പറഞ്ഞത്? സാറേ, നിക്ക് 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 ഗണേശേട്ടാ എന്തിനെങ്ങനെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്? മദ്യപിച്ച് വന്നാ വോട്ട് ചെയ്യാൻ പറ്റില്ല. പോ ചേട്ടാ, എന്റെ ഭാര്യയുടെ വോട്ട് പോ. പറയുന്ന ഞാൻ കേക്ക്. പോ ചേട്ടാ, സമ്മതിക്കത്തില്ല. പോ. ഈ ജില്ലാവിലെ പഞ്ചായത്ത് ഇലക്ഷന്റെ അവസാനം എത്തിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട അമാവാസൈ അദ്ദേഹത്തെ എതിർത്ത ബോർലിംഗിനെ കാട്ടിലും 2673 വാക്ക് വ്യത്യാസത്തിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചു ഈ ഇലക്ഷനിൽ ജയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ അമ്മാവാസ പണവും കള്ളും കൊടുത്താണ് ജയിച്ചെന്നാണോ പറയുന്നത്? അതേ മോനെ, അവനാ ജയിച്ചത്. ജയിച്ചിട്ട് പ്രസിഡന്റും ആയി കഴിഞ്ഞു. ഓഹോ, പിന്നെ എന്ത് ചെയ്യാനാ മോനെ, അവൻ ബുദ്ധിയുള്ളവനാ, നന്നായി പഠിച്ചിട്ടുമുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ കാശില്ല. ആരും അവൻ പറഞ്ഞത് കേട്ടില്ല. ജനങ്ങൾ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല. എല്ലാവരുടെ മനസ്സും മാറിയിരിക്കാ. എന്ന് വെച്ചാൽ ജനങ്ങൾ അവരുടെ വില കൂടിയ വോട്ടുകളെ ചാരായത്തിനും പണത്തിനും വേണ്ടി വിൽക്കുകയായിരുന്നു അല്ലേ? അതെ, ഇപ്പൊ നല്ലവർക്ക് ജീവിക്കാൻ പറ്റില്ല. കള്ളന്മാര്, പറ്റിക്കുന്നവര്, കള്ളം പറയുന്നവര്, അവരുടെ കാലമായത്. അങ്ങനെയാണോ പറയുന്നേ? അതേ മോളെ, എലക്ഷന്റെ സമയത്ത് എല്ലാവർക്കും കുടിക്കാനായി മദ്യം നൽകുന്നുണ്ടല്ലോ. അങ്ങനെയാണോ? ആ സമയത്ത് മദ്യപിക്കാത്ത ചില ആളുകളും മദ്യപിക്കാൻ തുടങ്ങി ചീത്തയായി പോയി. എടാ, കാലത്തോട്ട് ഞാൻ ഇച്ചിരി കുടിച്ചിട്ടില്ലടാ. തല പൊട്ടി ഇറക്കുന്ന പോലെയുണ്ട്. ആ മാണിക്യം പണം കൊണ്ട് തരാന്ന് പറഞ്ഞു. അവൻ വരുന്ന ലക്ഷണില്ലല്ലോ. എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ അല്ലെങ്കിൽ 5 പൈസ ഇല്ല. ആ രാമുനോടെങ്ങാനും കടം ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാലേ നമ്മള് വർത്തമാരാന്ന് പറഞ്ഞ് കാശ് തരികയില്ല, വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ? കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ വരുന്നേ. നമ്മളെല്ലാരും ചേർന്ന് ഒരെണ്ണം അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിലേ ഇന്ന് നമ്മൾക്ക് അപ്പൊ നമുക്ക് ഫുൾ അതെ അതെ അതെ. എന്റെ കയ്യിൽ എന്താ ഉള്ളത്? അതിന് നിന്റെ എപ്പോഴാണ് കാശ് ഉണ്ടായിരുന്നത്? എടുക്കണേ ഇങ്ങോട്ടെ. കൊണ്ടോ? അതെ, ഇന്ന് ഒരെണ്ണം മേടിച്ചു കൊടുത്തിട്ട് 4 എണ്ണം അടിക്കണം. വരുന്നുണ്ട്. അല്ല, ഇത് എവിടെ പോയിരിക്കായിരുന്നു? നാളെ പാടത്തേക്ക് പണിക്ക് ആളെ വേണം. അതുകൊണ്ട് എല്ലാരും ഒന്ന് വിളിച്ചു കൂട്ടാന്ന് വിചാരിച്ചു പോയതാ. ഇതൊരു അതിശയമാണല്ലോ, നിങ്ങൾ ഈ സമയത്ത് എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കണം. ഞാൻ ഇങ്ങനെ 2 എണ്ണം വീശാന്ന് വെച്ച് വന്നതാ. നീ 1 എണ്ണം അടിക്കേ. വേണ്ട ചേട്ടാ, എനിക്ക് കുറെ ജോലിയുണ്ട്. നിങ്ങൾ കുടിച്ചോ. ചേട്ടാ, ആ എന്താ? ചേട്ടൻ കാശ് കൊടുക്കേണ്ട കാര്യമില്ല, എന്റെ കയ്യിലുണ്ട്, ഞങ്ങൾ കൊടുത്തോളാം. ഓഹോ, നിന്റെ ചെലവാ. ആ. എന്നാ വാ. അത് ചേട്ടാ, എന്താടാ മാരി, ഒരു പാക്കറ്റ് ഇങ്ങോട്ട് എടുക്ക. കുടിച്ചു കഴിഞ്ഞ് എണീറ്റ് അങ്ങ് പോയേക്കരുത് കേട്ടോ. കുടിച്ചതിനുള്ള കാശ് തന്നിട്ട് പോയാ മതി. അതൊക്കെ തരാൻ ചേട്ടാ, തന്നേ. എന്നടോ ചേട്ടാ, എന്താടാ? അങ്ങോട്ട് എടുത്ത് അടിക്ക്. വർത്താനം പറഞ്ഞോണ്ടിരിക്കണ്ട. പറയുന്ന കേട്ടില്ലേ? അത് ഭയങ്കര കാര്യമാണ്. എന്നാടാ? ആ, വാങ്ങിച്ചോ. രാമചേട്ടാ, എനിക്ക് ഒരു പാക്കറ്റ് കടന്താ, നാളെ തന്നേക്കാന്നേ. എടോ, നീ കുടിച്ചത് മതി. ഞാൻ കടം തരില്ലെന്ന് ആദ്യമേ പറഞ്ഞല്ലേ. എടാ ശശി, നീ അങ്ങോട്ട് നോക്കിയേ. എല്ലാരും കൂടി ചേർന്ന് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ എന്തോ വശവശമുണ്ടേട്ടാ. അല്ല, എന്താ എല്ലാരും എന്റെ മുഖം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ? നിങ്ങളും കുടിക്കപ്പാ. ആ രാമു, എല്ലാവർക്കും ഒഴിച്ചേ. എന്താടോ, എന്താ ഇങ്ങനെ തുറച്ചു നോക്കണേ? എല്ലാവരുടെയും പൈസ ഞാൻ തന്നോളാം. എടുത്ത് കൊടുക്ക ചേട്ടന്മാർക്ക്. തരാടോ, നിക്ക്. ആ. എന്നാ. എന്റെ ഈശ്വരാ, താ താ എടാ താ. ശശി, നമ്മൾ ചോദിച്ച അവന് 5 പൈസ പോലും തരില്ല. ഇന്നവനെ സീനാക്കാൻ പോവാൻ തോന്നുന്നു. ആ, എന്നാ എല്ലാരും നന്നായി കുടിക്കേ. ഇവരാണ് ജീവൻ എനിക്ക് തിരിച്ചെത്തിയത്. പറഞ്ഞതാ. ആ തരാടോ. ആ തരി. ആ. അയ്യോ, അത് കണ്ടില്ലടാ. ഇന്നത്തോടെ അവന്റെ കഥ തീരും. ആ, ഒരു പാക്കറ്റ് വേണല്ലോ നിങ്ങൾ മേടിച്ചോ. ഏയ്, വേണ്ട വേണ്ട വേണ്ട. എടോ രമേശേ, പണം നമ്മളെ സമ്പാദിക്കാൻ പോണില്ല, നമ്മള് തന്നെ വേണം ആ പണം സമ്പാദിക്കാൻ. എടോ രാമു, എല്ലാവർക്കും ഓരോ പാക്കറ്റ് വെച്ച് പിന്നെ എടാ കൊടുത്തേ. മോനെ, എനിക്ക് കുറച്ച് വാങ്ങിച്ചു താടാ. ഡാ രാമു, ഇവന് ഒരെണ്ണം എക്സ്ട്രാ ആ, കൊടുക്കുക. നട. എടാ രാമ, തോട്ട് വെക്കാൻ കുറച്ച് അച്ചാരം കൊണ്ട് എടുക്കടോ. അച്ചാറുമില്ല, ഒന്നുമില്ല, എല്ലാം തീർന്നു. പോടാ അവിടുന്ന്. ആ, അച്ചാറില്ലാതെ താൻ എന്ത് ചാരാക്കാച്ചാറാണോ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഏയ്,
എടാ, ആ ഭൂപതി ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ശ്ശോ, ഇയാളെന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ ഉള്ള മാളകളെ പോയി കിട്ടിയല്ലോ. ഇവനും എത്തിയോ? ആഹാ, കൊള്ളാലോ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? മുഴുക്കുടിയന്മാര് ഭാര്യയും പിള്ളേരെല്ലാം വെട്ടിട്ട് പോയി. എന്നിട്ട് പോലും നിനക്കൊന്നും ബുദ്ധിയൊന്നും വെച്ചിട്ടില്ലടാ. എന്തൊരു ജന്മമാടാ നീയൊക്കെ. ദാണ്ടൊരുത്തിരിക്കുന്നു, അവന്റെ അപ്പം കൊടുത്ത 2 ഏക്കറും വിറ്റ് തൊലച്ച് ചാരായം കുടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കൊന്നും മാനവും മര്യാദയില്ലടാ. 4 പേര് കണ്ടാൽ എന്താ പറയാ? ആഹാ, എടാ സത്യ, നീ ഒന്ന് നശിച്ചുപോയി. ഇതിന് നാട്ടുകാരെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒരു പഴഞ്ചൊല്ലുണ്ട്, പുറങ്ങ് തന്നെ മാത്രമല്ല കാട് മൊത്തം നശിപ്പിക്കുമെന്ന്. അത് തന്നെയാടാ നീയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തം എന്ന വാക്ക് പോലും അറിയാത്ത കുറെ എണ്ണം. നിന്നിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് തെറ്റ്. അത് കൊള്ളാലോ, നാട്ടിലെ മാന്യന്മാര് മൊത്തം ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. രാത്രി ആവുമ്പോ എല്ലാം കൂടി കക്കാൻ ഇറങ്ങിക്കോളും. കട്ടതും കൊണ്ട് ഇവിടെ വന്ന് കുടിച്ചു തീർക്കും. നീയൊക്കെ എന്ത് ജന്മങ്ങളാടാ? മനുഷ്യനുണ്ടായതാണോ അതോ വേറെ വല്ലത്തിനുണ്ടായതോ? നീയൊക്കെ നന്നായെന്ന് ഞാൻ വെറുതെ വിചാരിച്ചു പോയി. അങ്ങനെ ചിന്തിച്ചാ എന്നെ വേണം ചെരിപ്പോണ്ടിരിക്കാൻ. നാണമില്ലാത്ത ജന്മങ്ങള്. ഇവനെയൊക്കെ തെരണ്ടിവാലുകൊണ്ട് അടിച്ചാലും നന്നാവും തോന്നുന്നില്ല. എടാ രാമ, അയാള് പോയല്ലോ എന്ന് നോക്കിക്കേ. എടാ ആ കളവൻ പോയോ? എന്തൊക്കെ വർത്താനോ അയാള് പറഞ്ഞിട്ട് പോയത്? പോയടോ. നമുക്ക് പോവാല്ലേ? അല്ല എടാ രാമു, ഒരു പാക്കറ്റ് ഇവിടെ തന്നെ. എടോ മാരി, ഞാനും കൊറേ ആയി നോക്കുന്നു. ഈ ഭൂപതി വന്നിട്ട് എല്ലാവരും ചീത്ത പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കുടിച്ചിട്ട് പോവാണല്ലോ. അതെന്തിനാ? അയ്യോ, അത് നിനക്കറിയില്ലേ? നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ഇലക്ഷൻ നിന്നിട്ട് ഒരു ഇലക്ഷന് പോലും ജയിച്ചിട്ടില്ല. ആ വിഷമത്തിൽ ഭ്രാന്തായിട്ട് നടക്കുക. അയ്യോ പാവം. വാഴപ്പഴം വാഴപ്പഴം, ഏലക്കി വാഴപ്പഴം, രസ്താലി വാഴപ്പഴം, ഏലക്കി വാഴപ്പഴം, ഏലക്കി വാഴപ്പഴം. വരൂ വരൂ, വന്ന് വാങ്ങിച്ചോളൂ. കിലോ വെറും 60 രൂപയായിട്ടേ ഉള്ളൂ, വന്നോളൂ. ഏലക്കി പഴം വെറും 60 രൂപ, 60 രൂപ, 60 രൂപ. പഴം വേണോ? പഴം കിലോ വെറും 60 രൂപയുള്ളൂ കേട്ടോ, വാങ്ങിച്ചോളൂ. ഇതെന്ത് വാഴപ്പഴം? ഏലക്കി വാഴ. അമ്മേ അമ്മേ, എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നേ? എന്താ പറഞ്ഞേ? ഏലക്ക വാഴപ്പഴം എന്ന് പറഞ്ഞു. എനിക്കിപ്പഴം. അമ്മേ, എന്തിനാ ചേട്ടാ എന്നെ ഇങ്ങനെ തല്ലുന്ന? ഒന്ന് പറ നിങ്ങള്. ഇത് എന്ത് പഴന്നാ പറഞ്ഞേ? ഏലക്കി വാഴപ്പഴം. എന്തിനാ ചേട്ടാ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്നെ അടിക്കുന്നത്? ഞാൻ കുടിച്ചേക്കാന്ന് വെച്ച് എന്നെ പറ്റിക്കണോടാ നിനക്ക്? ഇത് ഏലക്ക വാഴപ്പഴമാടാ. ഞാനിത് പച്ചക്കായെന്നാ പറഞ്ഞേ. എന്നെ പറ്റിക്കാൻ ശ്രമിക്കുന്ന നീ. ശരി വിട്ടേക്ക് ചേട്ടാ. നീ എന്താ പറയാ? അറിയാതെ പറഞ്ഞതാ. അതെന്തിനാ പറഞ്ഞെന്നാ ചോദിച്ചേ? നീ ഒന്നും ഒരിക്കലും നന്നാവില്ലേ? നേരം വിളിക്കുന്നവനെ കള്ളുടിച്ചിട്ട് വന്നിരിക്കുക. മാനവും മര്യാദയില്ലാത്ത മനുഷ്യൻ. നിനക്കൊന്നൊരു ബോധമില്ലേ? നിന്നോടൊന്ന് ചോദിക്കാൻ ആളില്ലായിട്ടാ. ഉള്ള വീട് സ്ഥലം പോയിട്ടും ബുദ്ധി വന്നില്ല. വെളുപ്പാങ്കാലം മുതൽ പാതിരാത്രി വരെ കുടിയ തന്നെ കുടി. അതിന് തനിക്കെന്താണോ കുഴപ്പം? നിന്നോടൊക്കെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാണോ മാനില്ലാത്തവൻ. എവിടെയെങ്കിലും പോയി ചാകാൻ നോക്കാം. ഞാൻ സ്ഥലം വിടുക. ഏത് പഴന്നാ പറഞ്ഞേ? സാധാരണ വാഴപ്പഴ. അതെ. ഇന്ന് നമ്മുടെ അത്ഭുതകരമായ ഈ ഗ്രാമത്തില് ഗ്രാമദേവതയുടെ ആകാശമാണ്. നമ്മുടെ ജില്ലാവിൽ പേരെടുത്ത ഗുഡ് വോയ്സ് മ്യൂസിക് ട്രൂപ്പിന്റെ ഓർക്കസ്ട്ര ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. എല്ലാരും കൈയടിക്കുവേൻ. ഇപ്പോൾ അത്ഭുതമായ ഒരു പാട്ട് ഈ ആഘോഷത്തിന്റെ ആദ്യമായ പാട്ടായി കൊണ്ടുവരുന്നു. അത് കേട്ട് നിങ്ങൾ എല്ലാവരും സന്തോഷിപ്പിക്കും.
നിർത്തടാ. ഏയ്, എടാ, ആരെടാ നില്ല- ഇവിടെ എടാ. നടുരാത്രി പാടിക്കൊണ്ടിരിക്കുന്നത്? നിർത്തടാ. നിർത്തടാ ഗോപിക പാട്ട്. വസന്തമേ. നിർത്തരുത്, നിന്നോടല്ല ഓ, മലയാളത്തിൽ ആരോടോ താൻ? നിർത്തടാ. നിനക്കെന്താ എടാ, വേണ്ടേ? എന്താ പറഞ്ഞേ? നമ്മുടെ നാട്ടിലെ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടണമെന്നാ. എടാ സിംഗിൾ ആയിട്ട് വന്നാ നീ എന്തോ ചെയ്യടാ? എടോ ഇത് ഓർക്കസ്ട്രയാണ്, ഓർക്കസ്ട്ര. അല്ല അത് എന്തോ ആയിക്കോട്ടെ, നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു മക്കളൊക്കെ ഒരുമിച്ച് വരട്ടെ? സിംഗിൾ ആയിട്ട് വന്നാ നീ എന്ത് ചെയ്യും? എടോ അതിന് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? വേറെ പാട്ട് പാട്. നീ അവിടെ ചെന്ന് ഇരിക്കും. ഞാൻ ദേ ഇരുന്നോളാം. നീ ഇന്ന് ഇരിക്കാനാ നീ വേറെ പറഞ്ഞത്. പാട്ട് പാടണം, അത്രേ ഉള്ളൂ. ഇതുപോലത്തെ സംഭവത്തിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇനി അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതമായ ഒരു പാട്ട് ഇതാ വരുന്നു. ഇതോ നിങ്ങൾക്ക് വേണ്ടി ലാലേട്ടിന്റെ ഒരു സിനിമാ പടത്തിൽ നിന്ന് ഇതാ ഒരു പാട്ട് തരുന്നു. എടാ, നിർത്തടാ. ആരാടാ ഇവൻ? എന്താടാ പ്രിയേ പ്രിയത് പാട്ടോ? എന്റെ മോളെ നോക്കിയിട്ട് പ്രിയേ പ്രിയത് പറയണോടാ. എടോ നിന്റെ മോൾ ആരാണെന്ന് പോലും എനിക്ക് അത് അറിഞ്ഞൂടാ. എങ്ങനെയാണ് അവളെ നോക്കിയിട്ട് പ്രിയേ പ്രിയത് പറയാൻ ഏയ്, ഇതൊരു സിനിമയിലെ പാട്ടാ. കുടിയന്മാർ അതിയായാലും ഇങ്ങനെയാണ്. ഈ നാട്ടിന്റെ പേര് ചീത്തയാക്കും. ഇവന്മാരൊക്കെ എവിടെന്നാ ഈ വരുന്നേ? ഇയാൾ എന്തിനേ ആരെങ്കിലും ഒന്ന് ചോദിക്കില്ലേ? ഇവിടെ ഇനി ഞാൻ പറയണ പോലെ പറ. നമ്മുടെ ലീഡർ നീണാൾ നീ നാൾ വാഴട്ടെ, നീ നാൾ വാഴട്ടെ. ദയവ് ചെയ്ത് നീ ഇവിടെ വന്ന് നീ ഇരിക്കി. അപ്പൊ ഞാൻ ഇവിടെ അവിടെ ഇരി, അവിടെ ഇരി. എനിക്കിതാ സ്ഥലം. വീണ്ടും നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരു അത്ഭുതകരമായ ഒരു പാട്ട് പാടാൻ പോകുകയാണ്. നിർത്തടാ, നിർത്തടാ. എടാ പെണ്ണ നാറി, എന്താ പറഞ്ഞേ? നീ എന്ത് ചോദിച്ചാലും ഞാൻ തരുന്നോ? എടാ ഒരു പൈൻ്റ് ആദ്യം എടേ. താടാ. ഇയാൾ എന്തിനടേ വീണ്ടും? ഞാൻ എടാ, ഇത് നിർത്തടാ. സിനിമ പാട്ട്. നീയല്ലേ ഇപ്പൊ പറഞ്ഞേ? അതെ, ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? മകേശ, എടാ മകേശ ഇങ്ങോട്ട് വാ. എടാ, ആദ്യം ചോദിച്ചാലുള്ള ഉത്തരം പറയടാ ആദ്യം. അത് പറ. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാന്നല്ല പറഞ്ഞ. താടാ ഒരു എന്റെ അയ്യോ. പൈൻ്റ്. നീ മാത്രമാണോ കുടിച്ചിരിക്കുന്നത്? ഞങ്ങളെല്ലാം കുടിച്ചിട്ടുണ്ടാ. നിന്നെ പോലെ ഞങ്ങൾ ചെയ്തോ? ചേട്ടാ അവനെ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ എടാ എന്നെ കൊല്ലല്ലേടോ? എങ്കിൽ നിന്റെ ഓർക്കസ്ട്ര ഒരു പഴയ പാട്ട് പാടണം ഇപ്പൊ തന്നെ. അയ്യോ, നീ ഒന്ന് ഇരി, ഈ ചേട്ടനൊന്ന് ഇരി. ഇങ്ങനെ കേട്ട് ഇരുന്ന് രസിക്കണം. പാട്. വീണ്ടും നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇപ്പോ പഴയ സിനിമാ പടത്തിൽ നിന്ന് ഒരു അത്ഭുതകരമായ പാട്ട് ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നിർത്തണോ? നിർത്ത് എല്ലാരും നിർത്ത്. അടിക്കട 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 ഇവിടെ വിടരുതെന്നോ? ഏയ്, വീണ്ടും എന്തിനേ? താരെന്താണോ ഈ പറഞ്ഞു വരുന്നത്? അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കട അടിക്കട. കുടിച്ചിട്ട് ഒരിടത്ത് മര്യാദക്ക് ഇരിക്കാതെ നമ്മളെ നാണക്കെടുത്ത് കണ്ടില്ലേ? എങ്ങനെയാടാ പറയുന്നത്? അടിക്കട അടിക്കട ഇവരെ വിടാൻ പാടില്ലെന്നോ? എന്ത് പാട്ടാണ് ഇത്? വിടാതെ ഇവരെ അടിക്കുന്നത്. പ്രോഗ്രാമിൽ ഇതാണ് ചെയ്യുന്നത്. ഒരു കാര്യം നേരെ ചൊവ്വ ചെയ്യാൻ സമ്മതിക്കില്ല. എനിക്ക് എന്താ വേണ്ടേ? താൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കച്ചേരി ഉണ്ടാക്കിയതുപോലെ തന്നെ. താനൊന്ന് പോയി തരാവോ? ഒന്ന് ആരെങ്കിലും പോയി അയാളെ പിടിച്ച് എന്ന് താഴെ ഇറക്കോ? എടാ വാ, ആകാമ വിളിച്ചോണ്ട്. ഇല്ല, ഞാൻ കേട്ട പാട്ട് നീ പാടിയേ പറ്റൂ. അല്ല, ഇരിക്കല്ലേ? ആ, ഓക്കേ. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. എന്നെ ഇങ്ങനെ സൗകര്യത്തിൽ അങ്ങനെ താഴെ ഇറക്കി തന്നെ പ്ലെയിനാ. ഈ ആഘോഷത്തിന്റെ അവസാന ഭാഗമായി ഒരു നല്ലൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഇതാ കേട്ടോളൂ. ഈ അത്ഭുതകാരത്തിനെ
അവിടെ എന്താ ചെയ്യുന്നേ? എടേ, അകത്തിരുന്ന് നീ എന്താണ് ചെയ്യുന്നേ? ഇങ്ങോട്ട് ഇറങ്ങി വാടി. അയ്യോ എന്താ നിങ്ങക്ക് പറ്റിയേ? എനിക്കിപ്പോ കുറച്ച് പൈസ വേണം. കാശോ? അവിടെ ഇവിടെ എടുത്തു വെച്ചതെല്ലാം നീ എന്നെ കുടിച്ച് നശിപ്പിച്ചില്ലേ? ഇനി എന്തിനാ നിങ്ങക്ക് പണത്തിന്റെ ആവശ്യം? നീ ഇപ്പൊ തരുന്നുണ്ടോ ഇല്ലയോ? എന്ത് മനുഷ്യനാ നീ? കഴുത്തിലുള്ളതും കാതിലുള്ളതും എല്ലാം തന്നില്ലേ? എല്ലാം പണയം വെച്ചിട്ട് പോയി കുടിച്ചിട്ട് വന്നതല്ലേ? എല്ലാവരുടെ മുന്നിലും മാനം കാക്കാൻ വേണ്ടി കളറിങ് ചെയിൻ ഇട്ടോണ്ടോ നടക്കണേ ഞാൻ? ഇതും എടുത്തിട്ട് പോയി വിറ്റോ? നീ നന്നായി അഭിനയിക്കുന്നുണ്ടടി. എടേ, എനിക്ക് ദേഷ്യം വരുന്നതിന് മുമ്പ് വേഗം പോയി പൈസ എടുത്തിട്ട് വാ, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. നിങ്ങൾ അടിക്കാതെ പിന്നെ എന്താ ചെയ്യാ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങള്? നിനക്ക് അത്രക്ക് ധൈര്യായല്ലേ എന്നോട് തറുതല പറയാ നീ അല്ലേ? നിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് നോക്ക്. അയ്യോ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? കള്ളും കുടിച്ചു വന്ന് ഭാര്യയായിട്ട് തല്ലുകയാണോ നീ? നീ നന്നായി ജീവിച്ചിരുന്നതല്ലേ? എന്ന് മുതൽ നിന്റെ ഈ ചീത്ത സ്വഭാവം തുടങ്ങിയോ? അന്ന് നശിച്ചതല്ലേ? അടുത്തുള്ളവർക്ക് പോലും സമാധാനം ഇല്ലാണ്ടായി. എപ്പോഴെങ്കിലും ഒരു ദിവസം എനിക്ക് ശരി പോട്ടെ. ദിവസം ഈ തലവേദന തന്നെ. ഇമാതിരി അതിലേക്ക് നിന്റെ വീട്ടിൽ പോയി ചെയ്താ മതി, എന്നോട് കാണിക്കണ്ട കേട്ടോ. മോനെ എന്തായി കാണിക്കുന്നേ? നിനക്ക് എന്താണ് പറ്റിയത്? നീ എന്തിനാ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ കാണിക്കുന്നത്? ഭ്രാന്ത് കാണിക്കുന്നതൊക്കെ ഞാനല്ല, ഇവളാ. എടാ വെറുതെ ഇരിക്കടാ, നീ പോയി കിടന്ന് ഉറങ്ങ. പോടാ അവിടുന്ന്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, നീ കണക്കൂട്ടി ഇരുന്നോ. ഡേയ് മിണ്ടാതെ പോയി കിടക്കടാ. ആ ശരി, നിങ്ങൾ പോയിക്കോ. ഓ, നാട്ടിലുള്ളവന്മാരെയൊക്കെ വിളിച്ചു വരുത്തി നീ എന്നെ പറ്റിക്കാണല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, നീ ഓർത്തിരുന്നോടി. ആ, നിന്റെ സ്വഭാവം മാറുന്നത് കണ്ടപ്പോ തന്നെ വിചാരിച്ചു ഞാൻ. എന്താടി, എന്തിനാ ഇങ്ങനെ പറയുന്നേ? എന്താ പറ്റിയെന്ന് പറ. പാവം അല്ലേ, ദിവസവും ഭർത്താവ് ഇങ്ങനെ കുടിച്ചു വന്ന് തല്ലി അവൾ എന്താ പിന്നെ ചെയ്യാ? ഇത് നോക്കുമോളെ, നീ ഇങ്ങനെ കരഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. വാ, നമുക്ക് പോയി സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കാം. എന്റെ ചേച്ചി, എന്റെ ഭർത്താവും കുടിച്ചു വന്ന് തല്ലണൂന്ന് പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിലല്ലേ പരാതി കൊടുത്തത്. എന്നിട്ട് എന്തായി? അയ്യോ, എന്റെ വീട്ടിലുള്ളവനും ദിവസം കുടിച്ചിട്ട് വന്ന് ഇങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കണേ. ഞാൻ എത്ര പറഞ്ഞും കേൾക്കണേ ഇല്ല. നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യാതിരുന്ന ഒന്നും നടക്കില്ല. വാ, നമുക്ക് വനിതാ കമ്മീഷനിൽ പോയി പരാതി കൊടുത്തിട്ട് വരാം. ശരി, നമുക്ക് അങ്ങനെ ചെയ്യാം. ശരി, നാളെ നമുക്ക് പോയി കംപ്ലൈന്റ് കൊടുക്കാം. എല്ലാരും വരണം. നമസ്കാരം മാഡം. നമസ്കാരം, ഇരിക്കൂ. പറയൂ, എന്താ കാര്യം? നിങ്ങളെല്ലാരും എവിടെന്നാ വരുന്നത്? ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് മാഡം. അതെയോ, ശരി, പറയൂ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ദിവസവും എന്റെ ഭർത്താവിന്റെ ശല്യം താങ്ങാതെ എവിടേക്കെങ്കിലും പോയാലോന്ന് ആലോചിക്കണം മാം. ഇങ്ങനെ തിരക്ക് പിടിക്കണ്ട, എല്ലാത്തിനും ഒരു സമാധാനമില്ലേ? സമാധാനമായിരിക്കെ. ഞാനിപ്പോ എന്തു പറയാനാ മാഡം, ഈ ചാരായെന്നൊന്നു വന്നതുകൊണ്ട് ഞങ്ങൾ ജീവിതം മൊത്തം കളഞ്ഞിട്ടിരിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ എല്ലാരും കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് സമാധാനം തീരെ ഇല്ലാതായിരിക്കുന്നു മാഡം. മാഡം, കൂലിപ്പണി നോക്കി എന്തെങ്കിലും കൊണ്ടുവന്നാ അതും എടുത്തിട്ട് പോയി കള്ളുകടയിൽ കൊണ്ടുപോയി കുടിച്ചിട്ട് വരണം മാഡം. ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ ജീവിതം എന്താകും മാഡം? നോക്ക്, ഇത് നിങ്ങളുടെ ഇടത്ത് മാത്രം പ്രശ്നമല്ല, നമ്മുടെ ഗ്രാമത്തിലെ എല്ലായിടത്തും ഇത് തന്നെയാണ് പ്രശ്നം. മാഡം, എല്ലാരും ഇങ്ങനെ ഇരുന്ന എന്താ മാഡം ചെയ്യാ? ഞങ്ങളുടെ നാട്ടിലെ ആണുങ്ങളെല്ലാം വളരെ നല്ലവരായിരുന്നു. ഇപ്പൊ ചാരായം കുടിച്ച് ചെകുത്താന്മാരായി മാറിയിരിക്കുക. ഇതിന് നിങ്ങൾ എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തന്നില്ലെങ്കിൽ മാഡം, ഞങ്ങളുടെ ജീവിതം ആകെ കഷ്ടത്തിലാവും. നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ വന്നത്, ഞങ്ങളെ സഹായിക്കണം മാഡം. നോക്കൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. ഞങ്ങൾ ഉറപ്പായും സഹായിക്കാം. അടുത്ത മാസം 20-ാം തീയതി ഇതിനെതിരെ ഒരു സമരം നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഒത്തുചേരാനായിട്ട് എല്ലായിടത്തുനിന്നും സ്ത്രീകൾ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ സമരത്തിന് നിങ്ങളും വന്നോളൂ. ചാരായം നിരോധിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് സമരം ചെയ്യാം. തീർച്ചയായും ഞങ്ങൾ പോരാടും മാഡം. ഇപ്പോൾ കിട്ടിയ ചില പ്രധാനപ്പെട്ട വാർത്തകൾ. വനിതാ കൂട്ടായ്മയിൽ അംഗമായിട്ടുള്ള എല്ലാ സ്ത്രീകളും ഇന്ന് സമരമുഖത്തേക്ക്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ നാട്ടിൽ വ്യാപകമായി കള്ളച്ചാരായം ഉണ്ടായിരിക്കുന്നു. അത് പൂർണ്ണമായി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് എല്ലാ ജില്ലകളിലുമുള്ള സ്ത്രീകൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തങ്ങളുടെ പുരുഷന്മാർ കുടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ ബഹളം വെക്കുകയും സമ്പാദിക്കുന്ന കാശ് മുഴുവൻ നശിപ്പിച്ച് കളയുന്നു എന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയും ഈ ചാരായം നിരോധിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവരുടെ ഈ ആവശ്യം കേട്ടിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് ഇവരുടെ ആവശ്യം അംഗീകരിക്കാനും ഈ വനിതാ കൂട്ടായ്മ നടത്തുന്ന പ്രവർത്തനങ്ങളും മനസ്സിലാക്കിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ ഈ ചാരായ വിൽപ്പന എത്രയും പെട്ടെന്ന് നിരോധിക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നു. എന്തായാലും നന്നായി, നമുക്ക് സമാധാനമായി ജീവിക്കാനാണ്. ആണുങ്ങളിത് പെണ്ണുങ്ങളുടെ ചതിയാണെന്നാ പറയുന്നത്. ഈ മാസം 22-ാം തീയതി മുതൽ ചാരായ വിൽപ്പന നിരോധിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് കൂടിയ മന്ത്രിസഭാ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഈ തീരുമാനം അറിയിച്ചിട്ടുള്ളത്. എല്ലാ പാർട്ടിക്കാരും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഇനിയെങ്കിലും നമ്മുടെ ഭർത്താക്കന്മാര് നമ്മളെ ഉപദ്രവിക്കാതെ നമ്മുടെ കൂടെ സമാധാനമായി ജീവിച്ചാൽ മാത്രം മതി എനിക്ക്. ചാരായം നിർത്തിക്കഴിഞ്ഞാ പിന്നെ ഇനി എന്ത് ചെയ്യാനാ കഴിയാ? അവരെ കൊണ്ട് ഒന്നിനും കഴിയില്ല. ഇനി നമുക്ക് സമാധാനം എന്തായാലും കിട്ടും. പറഞ്ഞത് ശരിയാ ജയലക്ഷ്മി. ഇനിയെങ്കിലും രാത്രി ഒന്ന് മനസ്സമാധാനായിട്ട് കിടന്നുറങ്ങണം. എടാ നിനക്കൊരു കാര്യം അറിയാം? എന്താടാ? നമ്മുടെ സർക്കാർ ദേ നാളെ മുതൽ മദ്യം നിർത്തുന്നാണല്ലോ പറയുന്നത്. ഓ, ഇന്നലെ ടിവിയിൽ ഇത് തന്നെയാ പറഞ്ഞത്. അപ്പൊ ഇനി കുടിക്കാൻ നമ്മൾ എങ്ങോട്ട് പോവും? ചാരായം കിട്ടിയില്ലെങ്കിൽ എന്താ, റമ്മും വിസ്കിയൊക്കെ കുടിച്ചൂടെ? എന്തൊക്കെ ആയാലും ചാരയാണ് നമുക്ക് നല്ലത്. ഈ കളർ വിസ്കൊന്നും നമുക്ക് ശരിയാവില്ല ചേട്ടാ. ഞാൻ പറഞ്ഞത് ശരിയാടോ, നമുക്ക് ചാരായവേ പിടിക്കത്തുള്ളൂ. ഈ റമ്മിനും വിസ്കിയൊക്കെ നല്ല കാശാവും. നമ്മൾ എന്ത് ചെയ്യാനാ? എന്തൊക്കെ പറഞ്ഞാലും ഈ സർക്കാർ മദ്യം നിർത്തിയിട്ട് ഈ പാവപ്പെട്ടവനെ ചതിക്കാൻ പാടില്ലായിരുന്നു. ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ചാരായം നിർത്തലാക്കിയെന്ന് നിനക്കറിയാമോ? എന്തേ? ആരും കുടിക്കാതിരിക്കാൻ വേണ്ടിയാ. ഓ, അതെ, അവരാണ് വലിയ ബുദ്ധിശാലി വിചാരിച്ചിരിക്കുക. കുടിക്കാരനെ എപ്പോഴും കുടിച്ചോണ്ടല്ലേ ഇരിക്കുള്ളൂ മോനെ. എങ്ങനെയുണ്ട് ഞാൻ കുടിക്കാതിരിക്കാനാണ് സർക്കാർ ഇത് നിർത്തിയെങ്കിൽ എല്ലാം മദ്യം നിരോധിക്കണ്ടേ? കണ്ടില്ലേ, പാവങ്ങൾ കുടിക്കാൻ പാടില്ലത്രേ, പണക്കാർ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഇത് എവിടുത്തെ ന്യായം? എടാ എടാ, എന്താ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? സർക്കാർ ചാരായത്തെ ഇങ്ങനെ നിർത്തലാക്കിയ പോലെ മറ്റെല്ലാ മദ്യവും ഇങ്ങനെ നിർത്തലാക്കിയ എന്താ സംഭവിക്കാൻ പോണെന്ന് ആലോചിച്ച് നോക്കിയതാ. എടാ അതല്ല, ചാരായം മാത്രം നിർത്തലാക്കിയിട്ട് മറ്റുള്ള മദ്യമൊക്കെ വിൽക്കുന്നുണ്ട്. അതെന്തായാലും നമ്മുടെ ഭാഗ്യമല്ലേ. എല്ലാം നിർത്തിക്കഴിഞ്ഞാലേ പിന്നെ ഭരിക്കാൻ കഴിയില്ല എന്നാ പറയുന്നേ. അതും ശരി തന്നെയാ. ഡോ, നിങ്ങളൊക്കെ എന്തായി ചെയ്യുന്നേ? ഇതുകൊണ്ടാണ് ഈ നാട് ഇനി ഇങ്ങനെ തന്നെ ഉള്ളത്. അപ്പൊ ഗവൺമെന്റ് വൈൻ ഷോപ്പ് അടച്ചുപൂട്ടി, അതല്ലേ? ഇത് നമുക്ക് അറിഞ്ഞ ആ, കാര്യം. അതെ അതെ അതെ. അപ്പൊ ഈ കുടിക്കാരന്റെ കഥ? ചാരായം കുടിച്ചോണ്ടിരുന്നവർക്ക് വേറെ വഴിയൊന്നും ഇല്ലാതായി. അപ്പൊ ഈ ചാരയും കുടിക്കുന്നൊക്കെ വിട്ടു കളഞ്ഞോ? ആരും കുടിക്കുന്നത് നിർത്തിയില്ല മോനെ. അപ്പൊ ഗവൺമെന്റ് വൈൻ ഷോപ്പ് അടച്ചുപൂട്ടിയാൽ ഒരു ഗുണവും ഇല്ലെന്നാണോ പറയുന്നേ? ഒരു പ്രയോജനവും ഇല്ല. ബാറ് നടത്തിയവർക്ക് ലാഭം അത്രേ ഉള്ളൂ. ഇവന്മാർക്ക് ഈ ശീലം വിടാൻ പറ്റാതെ ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, വ്യത്യസ്ത നിറങ്ങളില്. അത് കുടിക്കാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. പാവം, അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് അവരുടെ കുടി അവർക്ക് നിർത്തായിരുന്നില്ലേ? ദൈവമേ, അവരെങ്ങനത്തെ ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഭാര്യയും കുട്ടികളെയും ഉപേക്ഷിക്കും, ജീവൻ വേണമെങ്കിലും കളയും. പക്ഷെ കുടി മാത്രം നിർത്തില്ല എന്ന് പറയുന്ന ആൾക്കാരാ അവര്. ഓ, പിന്നെ അമാവാസ ഉണ്ടായിരുന്നില്ലേ, അവൻ ഞങ്ങളെ നാട്ടിൽ തന്നെ ബാറ് തുറക്കണമെന്ന് വാശിയോട് കൂടി നിന്നു. നോക്കിയേ, ഇത് ഇവിടെയുള്ള എല്ലാവർക്കും കൊടുത്തിട്ട് പിന്നെ പുറത്തുള്ള എല്ലാവർക്കും കൊടുത്തേക്കണേ. ശരി. ആ, വേഗം കൊടുക്ക. ഇതാ ഇത് പിടിക്കടാ. ഇതാ നിനക്ക്. എടാ കറുപ്പാ, നിനക്കുള്ളത്. എന്താ നീ ഉറങ്ങുന്നേ? പിടിക്ക്. ഇതാ പിടിക്ക്. ഈ സ്വീറ്റ് പ്രസാദമായിട്ട് തരുന്നതിന് പകരം ഏതോ ഒരു 90 ഒഴിച്ചു തന്നിരുന്നെങ്കിൽ അത് ഞങ്ങൾ തീർച്ചയായിട്ട് കുടിക്കില്ലായിരുന്നോ? എടാ അതിന് വേണ്ടിട്ടല്ലേ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നേ. ആദ്യം നീ പ്രസാദം കഴിക്കേ, ബാക്കി അത് കഴിഞ്ഞ് നോക്കാം. ശരി എന്നാ ശരി. എന്താ ചേട്ടാ, എല്ലാവർക്കും കൊടുത്തില്ലേ? അത് എല്ലാവർക്കും കൊടുത്തു ചേട്ടാ. ചേട്ടാ കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ആദ്യം താ. നിക്കേട്ടാ, റമ്മടത്തെ. വെള്ളം ഒഴിച്ച കിക്ക് ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് എന്നെ അറിയാം. നീയൊക്കെ എന്ത് മനുഷ്യനാടാ. എന്താടോ ഇത്, നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഉണ്ടല്ലോ. അവന്മാർ വന്ന് ഒരു സമാധാനം തരില്ല. അയ്യോ, ഇവരെല്ലാം ഇങ്ങോട്ട് എന്തിനാ ഈ വരുന്നേ? അതെ, വാടാ നമുക്ക് വരുന്നമാരൊക്കെ വരട്ടെ, എനിക്കാരെയും പേടിയൊന്നുമില്ല. എന്തിനാ നിങ്ങൾ വൈൻ ഷോപ്പ് തുറന്നിരിക്കുന്നേ? എടാ താനൊന്ന് ചുമ്മാ ഇരിക്കേ. എന്തിനാണെന്ന് വെച്ചാ കുടിക്കാനായിട്ട്. അതുപോലും തനിക്ക് അറിയത്തില്ലേടോ. ഏയ് മിണ്ടാതിരിക്കടാ. എന്തിനു ചുമ്മാ ഇരിക്കണോ?
ഞാൻ ഹോസ്റ്റലൊന്നുമല്ലോ കുടിക്കുന്നത്, കാശ് കൊടുത്തിട്ടല്ലേ. വേണമെങ്കിൽ ദാനം മേടിച്ച് കുടിച്ചോളൂ. നിങ്ങളും കുടിക്കില്ല, മറ്റുള്ളവരെ കുടിക്കാനായിട്ട് സമ്മതിക്കുകയില്ല. താനൊക്കെ എന്തൊരു മനുഷ്യനാണ്. ഡോ, നീ എന്താ സംസാരിക്കുന്നേ? അവനെ വിളിച്ച് പുറത്താക്ക്, ഞങ്ങൾ നോക്കിക്കോളാം. എടാ, താഴോട്ട് ഇറങ്ങടാ. വാടാ. എന്നെ പിടിക്കല്ലേ, പിടിച്ചാ തനിക്ക് അതിന്റെ പ്രശ്നം മനസ്സിലായോ? എടാ, കുറച്ച് അങ്ങോട്ട് വാടാ. രാവിലെ തന്നെ തുടങ്ങിയാ പിന്നെ കാണിച്ചു തരാടാ. ഇനി ഈ ഭാഗത്തേക്ക് വന്നാലുണ്ടല്ലോ. നേരെ വിളിക്കുന്ന കുടിക്കാതിരിക്കേ. പിടിച്ച് ചാകും. നിങ്ങളെ ആരോടെ ഇവിടെ വൈൻ ഷോപ്പ് തുറക്കാൻ പറഞ്ഞേ? സാർ, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അമാവാസയാണ് ഞങ്ങളെ ജോലിക്ക് വെച്ചിരിക്കുന്നേ. അവന് മാനം മര്യാദ എന്ന് പറഞ്ഞില്ലടോ. ആരോട് ചോദിച്ചിട്ടാ ബാർ തുറന്നത്? നമ്മുടെ നാട്ടിലെ ഉള്ള എല്ലാരും കുടിച്ച് കൂത്തടിച്ച് പോണേ. ഇനി ഈ നാട് എന്തിനു കൊള്ളാന്ന് പറ. എന്തായാലും ശരി, ഇനി അയാളെ ബാർ നടത്താൻ നമ്മൾ സമ്മതിക്കില്ല. ആ അതെ. ബോർലിങ്ങോ അവന് ഫോൺ ചെയ്യേ. അവനോട് വരാൻ പറയടോ, നമുക്ക് ചോദിക്കാം. ഹലോ, എന്താ ബോർലിംഗം, എന്താ കാര്യം? ആശ്ചര്യമായിരിക്കുന്നു വിളിച്ചത്. നാട്ടിൽ ആരോടും ചോദിക്കാതെ നീ ഒരു ബാർ തുറന്നു വെച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരെ നീ എന്താ ചെയ്യാൻ വിചാരിക്കുന്നേ? ഇങ്ങോട്ട് നോക്കൂ ബോർലിംഗം, ഞാൻ നാട്ടിൽ ബാർ തുടങ്ങിയത് ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്റെ പ്രശ്നം എന്താണ്? വേണ്ട അമാവാസേ, ഇത് നമ്മുടെ നാട്ടിന് ശരിയാവില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവിടെ എല്ലാവരും കുടിച്ച് നശിച്ചു പോയിരിക്കുക. ഇത് കൊള്ളാലോ. ഞാൻ ബാർ തുടങ്ങാൻ ഗവൺമെന്റ് പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. പറ്റില്ല അമാവാസേ, നമ്മുടെ നാട്ടിൽ ബാർ തുറക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നീ എന്ത് വേണേലും ചെയ്തോ, നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എന്തോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. വെക്കടാ ഫോണ്, വെക്കാൻ. കണ്ണപ്പൻ ചേട്ടാ, അവൻ നല്ലത് പറഞ്ഞ കേക്കില്ല. പിന്നെ ചേട്ടാ, ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യോ? അമാവാസേ, അമാവാസേ, വേണം 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 വേണം. മരണം വരെ സമരം ചെയ്യും, മരണം വരെ സമരം ചെയ്യും. ബാർ വേണ്ട, ബാർ വേണ്ട, ബാർ നീതി വേണം, വേണം. മരണം വരെ സമരം ചെയ്യും, മരണം വരെ സമരം ചെയ്യും. ബാർ വേണ്ട, ബാർ വേണ്ട, ബാർ വേണ്ട, ബാർ വേണ്ട, ബാർ വേണ്ട. ഒഴിഞ്ഞു പോകുക, ബാർ വേണ്ട, ബാർ വേണ്ട, ബാർ വേണ്ട, ഒഴിഞ്ഞു പോവുക. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താ ബോർലിംഗ് സാർ, നാട്ടുകാരെല്ലാം കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ ആ അമാവാസിക്കെതിരെ സമരം നടത്തുകയാണെന്ന് അയാൾ എന്റെ അടുക്ക വന്ന് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. സമരം നിർത്തുന്നോ അതോ നിങ്ങൾ എല്ലാവരും ഞാൻ അറസ്റ്റ് ചെയ്യണോ? ദേ നോക്കിയേ സാർ, എന്ത് സംഭവിച്ചാലും ശരി, ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ നിർത്തില്ല. ഇവിടെ ബാർ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്ത് അറസ്റ്റ് ചെയ്യുന്നോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും അങ്ങ് അറസ്റ്റ് ചെയ്തേക്ക്. എന്താ സാറേ, ഞങ്ങളെ പേടിപ്പെടുത്തുവാണോ? ഞങ്ങൾക്കറിയാം എന്താ വേണ്ടത്. ദേ നോക്ക് ബോർലിംഗം, താൻ പഠിച്ചതിനെ കുറിച്ച് ലോവരുള്ള ആളല്ലേ. നിങ്ങളിങ്ങനെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു കേട്ട് എണീറ്റ് പോകാൻ നോക്കി ഇവിടുന്ന്. എന്താ അമാവാസി, എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത്? എന്താ പറ്റിയേ? ഒന്നുമില്ല ചേട്ടാ, നാട്ടിലുള്ളവരൊക്കെ ഞാൻ ബാർ തുറന്നോന്നും പറഞ്ഞ് അത് അടപ്പിക്കാൻ വേണ്ടി സ്ട്രൈക്ക് ചെയ്തോണ്ടിരിക്കുക. ബാർ തുറക്കുന്നതും ജനങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്നതും ഇതൊക്കെ സാധാരണ വിഷയമല്ലേ. നീ എന്തിനാ അതിനിങ്ങനെ ടെൻഷൻ ആവുന്നത്? ഹലോ. നമസ്കാരം സാർ. നമസ്കാരം, പറയൂ എന്താ പറ്റിയേ? സാർ, ആ ബോർലിംഗും അവന്റെ ആൾക്കാരും എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല സാർ. മര്യാദയ്ക്ക് സമരം അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് അവരാരും അനുസരിക്കുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഇനി എന്താ തീരുമാനം സാറ് പറയൂ. ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് നോക്ക്, എന്താ നടക്കുന്നത് നോക്കാലോ. എന്തൊക്കെ കാരണം പറഞ്ഞാലും അവർ അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ അല്ലേ. ഞാനിതൊരു വെല്ലുവിളിയായിട്ട് എടുത്തിരിക്കുകയാണ് സാർ. ഒരു മിനിറ്റ് ലൈനിൽ വെയിറ്റ് ചെയ്യ്. ചേട്ടാ, നാട്ടിലുള്ളവരൊക്കെ വലിയ പ്രശ്നമാക്കുന്നുണ്ടെന്നാ ഇൻസ്പെക്ടർ പറയുന്നത്. അതിങ്ങോട്ട് താ. ഒരു മിനിറ്റ്, ചേട്ടൻ സംസാരിക്കുന്നുണ്ട്. ആ പറയൂ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങൾ എന്താ വിചാരിച്ചേ? അവർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാർ അടയ്ക്കണം എന്നാണ് പറയുന്നത്. അത് അങ്ങനെയല്ല സാർ. ഇത് നോക്കൂ ഇൻസ്പെക്ടറെ, എത്ര ദിവസമാന്ന് വെച്ചാൽ അവർ സ്ട്രൈക്ക് ചെയ്യാ? 1 ദിവസം, 2 ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, വിട്ടേക്ക്.
ഇത് നോക്ക്, അവരെ കൊണ്ടൊന്ന് 10 പൈസക്ക് ഉപകാരമില്ലാത്തവരാ. അതുകൊണ്ട് അവര് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി മിണ്ടാതിരിക്കുക അവിടെ. ശരി സാർ, സാർ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ശ്ശേ, എന്തൊരു മനുഷ്യന്മാരാ, ഒരു വിധത്തിലും മനുഷ്യന് സമാധാനം തരില്ലല്ലോ. അവസാനം നിങ്ങളുടെ നാട്ടിലും ബാർ ഓപ്പൺ ആയല്ലേ? അതേ മോനെ, അമാവാസിക്കുണ്ടായിരുന്ന പിടിപാട് കാരണം ബോർലിങ്ങിനും അവിടുത്തെ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓ, അതിനുശേഷം അപ്പോ ദിവസവും കുടിച്ചിരുന്നവരെ കാര്യോ? ചാരായം കുടിച്ചോണ്ടിരുന്നവര് പുതിയതായി കുറേശ്ശെ റമ്മും വിസ്കിയൊക്കെ കുടിക്കാൻ തുടങ്ങി. എന്നാട്ടാ ഒരു പെക്കെടുത്തേ. ചേട്ടാ ഒരു പേക്ക് കൂടി ഒഴിക്കേട്ടാ. ഇനി 5 രൂപ തരാണ്ട്. അതൊക്കെ പിന്നെ തരാൻ ചേട്ടാ. ദിവസം നീ തന്നെയല്ലേ പറയുന്നത്? ഞാൻ നാളെ ഉറപ്പായിട്ടും തരാന്നേ. നാളെ മറക്കല്ലേ. എടാ ശശി, എന്താട്ടാ? ഈ കളർ ചാരായുണ്ടല്ലോ ഒട്ടും കൊള്ളത്തില്ലടാ. അതെ ഏട്ടാ, എനിക്ക് അങ്ങനെ തന്നെ ഉള്ളേ. ഇപ്പൊ കുടിക്കുന്ന ഈ സാധനേ ആദ്യം നമ്മൾ കുടിക്കുന്ന പോലെ ഒന്നും ഇല്ലെന്നേ. ഇനി എന്ത് ചെയ്യാനാ, എല്ലാം നമ്മുടെ വിധി തന്നെ. എടാ എന്താട്ടാ? നമുക്ക് വീട്ടിലേക്ക് പോയാലോ? വാട്ടാ നമുക്ക് പോവാം. വൈകി പോയാലേ എന്റെ ഭാര്യ കഥക് തുറക്കത്തില്ല, പിന്നെ പുറത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരും. സാവിത്രേ, സാവിത്രേ, എന്താ ഏട്ടാ? അകത്ത് എന്ത് ചെയ്തോണ്ടിരിക്കുക? ദാ വരുന്നു. എന്താ ഇപ്പൊ പ്രശ്നം? വിശന്ന് കുടല് കരിയുന്നു, ഭക്ഷണം എടുത്തു പോയി. അത്രയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിൽ ആ ബാറിൽ തന്നെ കഴിക്കായിരുന്നില്ലേ? ആ ബാർ നിന്റെ തന്തയുടെയോ നിന്റെ ആങ്ങളുടെയോ ആയിരുന്നു, ഞാൻ കഴിച്ചാലേ. എത്ര കുടിച്ചാലും നിങ്ങളുടെ സാമർത്ഥ്യത്തിന് ഒരു കുറവുമില്ല. ഇന്ന് സമ്പാദിച്ച പൈസ എടുക്ക്. ആ തരാം, നിക്കേ. നാ ആ ഇത് 50 അല്ലേ ഉള്ളൂ, ബാക്കി 50 എവിടെയാ? ഇനി തൊട്ട് 50 രൂപ തരാൻ പറ്റൂ. എന്തിനാ? കാരണം ഇപ്പൊ ഈ നിറമുള്ള ബോട്ടിലിന്റെ റേറ്റ് കൂടുതലല്ലേ, അതുകൊണ്ട്. വന്ന് ഭക്ഷണം വിളമ്പ്, വാ. ഓ ദൈവമേ, ആ ചാരായ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും ഭേദമായിരുന്നു. അത് കൊള്ളാം. ഇത്രയും പോരാട്ടം കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ചാരായം ബാൻ ചെയ്തിട്ടും സമാധാനം കിട്ടിയില്ലല്ലേ? എങ്ങനെ സമാധാനം കിട്ടാനാണ്? തീർച്ചയായിട്ടും ഒരു സമാധാനവും ഇല്ല. അപ്പൊ മദ്യം നിരോധിച്ചത് തെറ്റാണെന്നാണ് പറയുന്നേ? അതേ മോനെ, ഞങ്ങളെ നാട്ടില് ചാരായം കുടിച്ചുകൊണ്ടിരുന്ന ഒരുത്തന് ആ മദ്യം സെറ്റ് ആവാതെ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കോ? അവന്റെ പേര് മുനിയപ്പന്ന. ഇന്നലെ വരെ എത്ര നന്നായി ജീവിച്ചതാ. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. കുടിക്കരുത് കുടിക്കരുതെന്ന് പറഞ്ഞാൽ കേക്കില്ല. ഇപ്പൊ എന്തായി നോക്ക്. എനിക്ക് ആരുമില്ലാണ്ടായി. അയ്യോ, ഇനിയിപ്പൊ ഞങ്ങൾ ആര് നോക്കാനാ? ഞങ്ങൾ എങ്ങനെ ജീവിക്കും ദൈവമേ? ഇനി ഞങ്ങൾക്ക് ആരുണ്ട്? അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യേ. കുടിച്ചു കുടിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നശിപ്പിച്ചു. ഇനി ഞങ്ങൾക്ക് ആരുണ്ട്? ഞങ്ങളെ ആര് നോക്കും ദൈവമേ? ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല, വേറെ ആരോ ഇയാളെ നിർബന്ധിച്ച് ചെയ്യിച്ചതാ. ചാരായി ഇരുന്നപ്പോ 3 പാക്കറ്റ് കുടിച്ചിട്ട് വീട്ടിലേക്ക് വരും ഇതെന്ന് പറഞ്ഞ് കള്ളും കുടിച്ച് സ്വന്തം ജീവൻ കളഞ്ഞില്ലേ ഇങ്ങനെ? എന്തൊക്കെയാണെങ്കിലും വീട്ടിലുള്ള ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ? അയ്യോ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും ദൈവമേ? ഞാൻ എന്ത് ചെയ്യും? എന്നെ ഈ മാറ്റി വെക്കുന്നവരൊക്കെ ചത്തുപോയ എന്താ ചെയ്യാ? അയ്യോ, ഞാൻ ആരോട് പറയും? എന്ത് ചെയ്യും? പറഞ്ഞാ കേക്കട്ടെ. ഞങ്ങളെയൊക്കെ അനാഥരാക്കി ഇങ്ങനെ പോവേണ്ടിയിരുന്നോ? നിങ്ങൾക്ക് ആ ചാരായം തന്നെ കുടിക്കായിരുന്നില്ലേ? രാജേട്ടാ, അല്ല രാജേട്ടാ, രാജേട്ടാ എവിടെ പോയി? രാജേട്ടാ, രാജേട്ടാ, അയ്യോ രാജേട്ടാ, രാജേട്ടാ, അയ്യോ അയ്യോ രാജേട്ടാ, നമ്മള് രണ്ടുപേരും 1/2 എന്ന് പറഞ്ഞിട്ട് കുടിച്ചോണ്ടിരുന്നവരല്ലേ?
ഇനി ഞാൻ ആരുടെ കൂടെ പോയി കുടിക്കും? ഇനി ഞാൻ മുഴുവൻ ഒറ്റയ്ക്ക് കുടിക്കട്ടെ രാജേട്ടാ. ഈ കിടക്കണ കിടപ്പ് കേട്ടില്ലേ രാജേട്ടാ? എന്താ ഇങ്ങനെ ചെയ്ത? ഇനി ഞാൻ ആരുടെ കൂടെ കമ്പനി കൂടും? അയ്യോ രാജേട്ടാ, എനിക്ക് വയ്യ. ഞാൻ ഇനി ആരുടെ കൂടെ ആണോ കമ്പനി കൂടുന്നത്? ഒറ്റയ്ക്ക് കുടിച്ച് തീർക്കണമെന്ന് ഓർക്കുമ്പോഴാ ഇന്നലെ രാത്രിയിൽ എന്റെ കൂടെ വെള്ളം അടിച്ചാണത്. ബീഡി വേറെ പിടിച്ചു. പക്ഷെ ഇതുപോലെ മാലയിട്ട് കിടക്കുന്നത് ഞാൻ ഒരിക്കലും അറിയില്ലേ സത്യ, നിന്റെ കൂടെ ഞാനുണ്ട്. പിന്നെ വിഷമിക്കാതെ. അന്നൊന്നും ഇവൻ ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ ഈ അടുത്തായിട്ടാണ് ഇങ്ങനെ ചുമച്ച് ഇവൻ ഇങ്ങനെ ആയിപ്പോയത്. ശരീര സുഖം ഇല്ലാത്തപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇത് വിട്ടേക്ക്, കുടിക്കല്ലേ എന്ന്. ഞാൻ പറയണ വല്ലതാ അനുസരിച്ചോ? കുടിച്ച് ചത്തി എന്നെ പോയി. കുറച്ച് ദിവസമായിട്ട് അവൻ ആരുടെ വാക്കും കേൾക്കാറില്ല. എവിടുന്നോ എന്തൊക്കെയോ കുടിച്ചിട്ട് വന്നിട്ട് പ്രാന്തനെ പോലെ കാണിക്കുക. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. കുടിച്ചവരൊക്കെ എന്താ മരിച്ചുപോയോ? കുടിച്ചിട്ട് ആരെങ്കിലും മരിക്കോടാ? ഇവൻ ചത്തത് മാത്രമല്ല, വേറെ ആരാ? ഈ 4ാമത്തെ സീറ്റിന്റെ അവസാനത്തെ വീടില്ലേ, അവനും ചത്തുപോയി. ആരാ അദ്ദേഹം? ആ ഹോട്ടൽ വെച്ചിരുന്ന മഹാദേവനെ. ഓ, അദ്ദേഹം മരിച്ചുപോയോ? ആ. ഛേ, ഇവരൊക്കെ എന്ത് ആൾക്കാരാ! ഇതുകൊണ്ടാ നമ്മുടെ നാട് ഇനി ഇങ്ങനെ തന്നെ ഉള്ളേ. ശരി, വരേണ്ട ആൾക്കാരൊക്കെ വന്നോന്ന് നോക്കണോ? ചേട്ടാ, ഇനി എത്ര സമയം വെച്ചാ നമ്മൾ ഈ ഡെഡ് ബോഡി വെച്ച് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി പറയൂന്നേ. എടോ, ശവസംസ്കാരത്തിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പോയില്ല ഒരുത്തൻ. അവനെവിടെ? ഇപ്പൊ അങ്ങോട്ട് ഫോൺ ചെയ്തേ ഉള്ളൂ. അവരവിടുന്ന് വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. ശരി, മേള അടിക്കാൻ പറ. ഇതൊക്കെ കേൾക്കുമ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്ന് വെച്ചാ ഞാൻ കള്ളം പറയാണെന്നാണോ? അല്ലല്ല, നിങ്ങൾ കള്ളം പറയാണെന്നല്ല ഞാൻ പറഞ്ഞേ. അയ്യോ പാവം തോന്നുന്നു. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇവിടെ നടന്നതൊന്നും അത്രയൊന്നും ഇല്ലല്ലോ. അത് ശരി. അപ്പൊ ഈ മുനിയപ്പൻ മരിച്ചതിന് ശേഷം മദ്യപാനം ഇവിടെ ആരും നിർത്തുകയുണ്ടായില്ലേ? ആരും കുടിക്കുന്നത് നിർത്തിയില്ല മോളെ. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞതോടുകൂടി ഇവിടുത്തെ ചെറിയ പിള്ളേര് പോലും മദ്യപിക്കാൻ തുടങ്ങി. അയ്യോ, അതിനുശേഷം ഞങ്ങളുടെ നാട്ടില് മോഷണവും പിടിച്ചുപറിയും തല്ലും ഇടിയും എല്ലാം തുടങ്ങി. അന്ന് തൊട്ട് തുടങ്ങിയതാ ഈ നാടിന്റെ കഷ്ടകാലം. പിന്നെ എന്തായി? നാട്ടുകാർ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും 10 പൈസ കയ്യിൽ മിച്ചം പിടിക്കാൻ പറ്റിയില്ല. പണത്തിന്റെ ആവശ്യം ദിവസം തോറും കൂടിക്കൊണ്ടേയിരുന്നു. എത്രയോ പേര് കടക്കാരായി. എത്രയോ പേര് സ്വന്തം വീടും സ്ഥലവും എല്ലാം വിറ്റു. അയ്യോ പാവം. അതിനുശേഷം ജനങ്ങള് കാശുണ്ടാക്കുന്നത് മദ്യപിക്കാൻ പോലും തികയാതെ കള്ളച്ചാരായം കുടിക്കാൻ വേണ്ടി തുടങ്ങി. കള്ളച്ചാരായം എന്ന് വെച്ചാ ഈ ചീഞ്ഞളിഞ്ഞ പഴങ്ങളും വെള്ളം അങ്ങനെ എന്തൊക്കെയോ ഇട്ട് കാച്ചു അത്രേ. നിങ്ങൾക്ക് എന്താ പറ്റിയേ? രാത്രി വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ ഉണ്ടായേ? രാത്രി വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല, വല്ലാതെ ചുമ. സൂക്ഷിച്ച് പതുക്കെ ചെയ്യ്. സൂക്ഷിച്ച് ചെയ്യ്. ഒന്നുമില്ല. ഹലോ, ആംബുലൻസ് അല്ലേ? ഞാൻ തൃശ്ശൂരിൽ നിന്നാ സംസാരിക്കുന്നേ. എന്റെ പേര് ബോർലിന്നാ. മോളെ, എന്ത് പറ്റി? ഉറങ്ങിക്കൊണ്ടിരുന്ന എന്റെ മകനാ മരിച്ചു കിടക്കുന്നു. മരിച്ചുപോയാ? അതെ ചേട്ടാ, വന്ന് നോക്ക് ചേട്ടാ. എന്താ നോക്കിയേ?
ആ നോക്കി നോക്കി ദാ, പതുക്കെ പതുക്കെ ആ അവിടെ കൊണ്ട് കിടത്ത് പതുക്കെ കിടത്തടോ പതുക്കെ ആ അവിടെ വെക്ക്. അയ്യോ എന്ത് പറ്റി മോളെ? അയ്യോ എന്റെ മോൻ പോയല്ലോ. എടാ മോനെ എനിക്ക് കണ്ണു തുറക്കടാ. എടോ ഇന്നലെ നന്നായിരുന്നല്ലോ, എന്ത് പറ്റി ഇവന്? എന്തായെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ചേട്ടാ ഇന്നലെ ഇവൻ ഇവിടുന്ന് വാറ്റ് കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നതാ. അങ്ങനെയാണോ? അതെ ചേട്ടാ, ഞാൻ ഇന്നലെ നേരിട്ട് കണ്ടതാ. അയ്യോ ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും ദൈവമേ. അയ്യോ എന്താണെന്ന് അറിയില്ല, എന്റെ വയറ് വേരെടുക്കുന്നത്. അയ്യോ നിക്കാൻ വയ്യേ. അയ്യോ ഉരുളന്ന് പോലെ തോന്നുന്നേ. എടാ എടാ എന്തുപറ്റി? എനിക്ക് എന്തുപറ്റി നിനക്ക്? എടാ ഇതെന്ത് എന്ത് പറ്റിയത്? പറ്റി? എന്ത് പറ്റി ഇയാൾക്ക്? അയ്യോ ശരി ശരി ആംബുലൻസ് ഒന്ന് വിളിക്കണോ? ഭയങ്കര വേദനയാണ്. ആരെങ്കിലും തന്നെ അടുത്ത് ആശുപത്രിയിൽ ഹലോ. കൊണ്ടുപോകാൻ വലിയ ഉപകാരമായിരിക്കും. ആംബുലൻസ് അല്ലേ? ഓ, ഇരിക്കാനും വയ്യ, നിൽക്കാനും പിടി. വയ്യ. പെട്ടെന്ന് പെട്ടെന്ന് പൊക്ക്, പൊക്ക്. എടുത്തോണ്ട് പോ, എടുത്തോണ്ട് പോ. പെട്ടെന്ന്, പെട്ടെന്ന്. എടാ, പതുക്കെ എടുത്തോണ്ട് പോ. കുടിക്കല്ലേ കുടിക്കല്ലേ ഇതൊക്കെ കുടിക്കണ്ട കുടിക്കല്ലേ. അന്നേ പറഞ്ഞതാ കുടിക്കണ്ട കുടിക്കണ്ട. അയ്യോ ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുന്ന ഇനി ആരുണ്ട്? അയ്യോ ഇനി എന്താ ചെയ്യാ ഞങ്ങള്? ഞങ്ങൾ എവിടെ പോയല്ലോ? അയ്യോ ഇങ്ങനെ പോയി നമ്മുടെ നാടിന്റെ ഗതി കണ്ടില്ലേ എന്റെ കുട്ടികളെ? നമ്മുടെ നാടിന് കഷ്ടകാലം തുടങ്ങി. നിങ്ങളല്ലാതെ ഇനി എനിക്ക് ആരാ ഉള്ളത്? ഞാനിനി ആരുടെ അടുത്താവുന്നു? എന്റെ പിള്ളേരെ നോക്കാനായിട്ട് ഇനി ആരാ ഉള്ളത്? എന്ത് പറയാനാ ബോർലിംഗ് സാർ, ഈ ഗ്രാമത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഛേ, അതെ സാർ, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. അവര് ഞങ്ങൾ പറയുന്നത് കേട്ടതേ ഇല്ല. മദ്യത്തിന് അടിമയായി ഇങ്ങനെ സംഭവിച്ചു പോയി. അല്ല ബോർലിംഗ് സാർ, മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ മാത്രമേ സമൂഹവും മാറത്തുള്ളൂ. ഉറപ്പായിട്ട് സാർ, എല്ലാം നല്ലപോലെ നടക്കും. അതിതാ ദേ നോക്ക് ബോർലിംഗ് സാർ, എല്ലാ റിപ്പോർട്ട്സും ഉണ്ട്. ഈ ആൾക്കാരൊക്കെ വ്യാജമദ്യം കഴിച്ചതുകൊണ്ട് മാത്രമാണ് മരിച്ചുപോയെന്ന് ഡോക്ടർ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സാർ ഇതിലൊന്ന് വിശദമായി വായിച്ചു നോക്ക്. ബോർലിംഗ് സാർ, മരിച്ചുപോയ ആൾക്കാരുടെ വീട്ടിൽ സാർ തന്നെ ഇത് കൊടുക്കണം. കണ്ടില്ലേ, ഇവരെല്ലാവരും നോക്ക്. ഇപ്പൊ നിങ്ങക്ക് സന്തോഷായില്ലേ? മദ്യപാനം വേണ്ടാന്ന് പറഞ്ഞപ്പോ ആരും കേട്ടില്ലല്ലോ. ഇതൊക്കെ ഇവർക്ക് ആവശ്യമാണോ? രാഷ്ട്രീയക്കാരെ ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടി മദ്യം ഇങ്ങനെ ഭിക്ഷയായി കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളൊക്കെ കുടിയന്മാരാ. മദ്യം കൊടുത്താ മതി, നായ പോലെ വാലുവാട്ടിട്ട് അവർക്ക് പോയി വോട്ട് ചെയ്യുന്ന വെച്ചിട്ടാ. ചോദിക്കുമ്പോഴൊക്കെ ചിലർ നിങ്ങൾക്ക് പണം കൊടുത്ത് നിങ്ങളെ മദ്യപിക്കാൻ സഹായിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ ഈ സ്വഭാവത്തെ അസ്ഥിവാരമായി വെച്ച് നിങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയാ. ഒരു കാലത്ത് നിങ്ങളുടെ സ്വത്തും പണവും ഒക്കെ അവരുടെ കയ്യിലായിപ്പോവും. ഇതുകൊണ്ട് നശിക്കാൻ പോകുന്നത് നിങ്ങളാണ്. ഇങ്ങനെയാണ് അവരുടെ വലയിൽ നിങ്ങൾ വീഴ്ത്തുന്നത്. കുടിക്കല്ലേ, മദ്യപിക്കല്ലേ എന്ന് എത്ര തവണ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കുടിച്ച് കുടിച്ച് അവസാനം നിങ്ങളുടെ അവസ്ഥ കണ്ടോ? ഇപ്പൊ ഇവരുടെ ഭാര്യയുടെയും മക്കളുടെയും അവസ്ഥ എന്താവും? അയ്യോ എന്റെ വാക്ക് കേൾക്കാതെ കുടിച്ച് ഇപ്പൊ എന്തെങ്കിലും ഒരു ദിവസം ഇതേപോലത്തെ അവസ്ഥ നിങ്ങൾക്കും വരും. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുമ്പോ എനിക്ക് മദ്യപിക്കാൻ തോന്നുന്നില്ല. തെറ്റ് സംഭവിച്ചു പോയി. ഇനി മേലാൽ ഈ വെള്ളം കുടിക്കില്ല എന്ന് സത്യം ചെയ്യുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ ബാർ വേണ്ടെന്ന് ഞങ്ങളൊക്കെ പോരാട്ടം ചെയ്തപ്പോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേർന്നിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ബാർ ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ കുടിച്ച് ഇത്രയും ജീവൻ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. മദ്യപാനത്തിന് അടിമയായി കുടിക്കാൻ പൈസ ഇല്ലാതെ ഇവരൊക്കെ കള്ളച്ചാരായം കുടിച്ചവരല്ലേ?
ഇതുപോലെ നമ്മുടെ നാട് ശ്മശാനായി തീരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മോനെ. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ ഇനി കുടിക്കണോ? ജീവിക്കാൻ വേണ്ടി ഞാൻ ചാരായം വിറ്റത് തെറ്റായി പോയി. എന്നോട് ക്ഷമിക്കൂ ബോർലിംഗം. ഇനി ജീവിതത്തിൽ ഞാൻ കുടിക്കില്ല. നിങ്ങളെ പോലെ ചാത്തുപോകുന്നവരെ ഇനി ഞാൻ ഈ കള്ളു കുടിക്കില്ല. എനിക്കും വേണ്ട. എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. വേണ്ട. ഞാനും ഇവരുടെ ഒക്കെ കൂടെ കൂടി ഈ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ മദ്യപിക്കില്ല എന്ന് പറയുന്നതിന് എന്താ തെളിവുള്ളത്? ഇനി തൊട്ട് നമ്മൾ ആരും കുടിക്കാൻ പാടില്ല. വാ സത്യം ചെയ്യാം. ഈ നാടിന്റെ ജനതയാണ് സത്യം. നമ്മുടെ കുലദൈവം മേലെ സത്യം. നമ്മൾ ഇനി കുടിക്കത്തേ ഇല്ല. ഞാനും കുടിക്കില്ല. ഈ ശവശരീരങ്ങളാണ് സാക്ഷി. ഇനി ഞാൻ കുടിക്കില്ല. ഇന്ന് മുതൽ ഞാനും കുടിക്കില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനം എടുത്തോണ്ട് ഞാനൊരു തീരുമാനം എടുക്കാം. ഇനി മുതൽ ഞാനും കുടിക്കില്ല. ഇനി ഉറപ്പായി ഞാനും മദ്യപിക്കില്ല. ഞാനും കുടിക്കില്ല. ഞാനും കുടിക്കില്ല. നിങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം ഇത് തന്നെയല്ലേ? ശരി, ഇതിനൊക്കെ ഞങ്ങൾ സമ്മതിക്കുക. അതെ, ഇത് ഞങ്ങളുടെ വാക്കാണ്. ശരി, അങ്ങനെ ആവട്ടെ. നല്ല കാര്യല്ലേ? ശരി ശരി, അങ്ങനെ സംഭവിക്കട്ടെ. ജനങ്ങളുടെ വിശ്വാസം തകർത്തിട്ട് വീണ്ടും ആരെങ്കിലും കുടിച്ചാലോ? എന്തിനാ അങ്ങനെ സംസാരിക്കുന്നേ? എല്ലാരും സത്യം ചെയ്ത് തന്നതല്ലേ? ആർക്കും അറിയാതെ ആരെങ്കിലും കുടിച്ചിട്ട് വന്നാലോ? അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർക്ക് 1000 രൂപ ഫൈൻ അടിക്കും. അത് മാത്രല്ല, ചൂലെടുത്ത് അടിച്ചാലേ അവർക്കൊക്കെ ബുദ്ധി വരുള്ളൂ. ഇനിയിപ്പോ പുറം നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇവിടെ കുടിച്ചാലോ? അപ്പോഴോ? വേറെ ആര് വേണമെങ്കിലും അവരുടെ നാട്ടിൽ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നമ്മുടെ നാട്ടിൽ ആരും മദ്യപിക്കരുത്. അതേ ബോർലിംഗം, നീ പറഞ്ഞത് ശരിയാണ്. കുടിച്ചിട്ട് വന്നാലേ അവരെ ഈ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല. നമ്മുടെ ഗ്രാമത്തിൽ വന്ന് കുടിച്ചാ അതേ ശിക്ഷയാണ് കൊടുക്കുന്നത്. അതെ, അതേപോലെ തന്നെ ചെയ്യാം. അത് നല്ല തീരുമാനം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയെങ്കിൽ എന്റെ സഹപാഠികൾ ആരും ചാവില്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും പറഞ്ഞ മാതിരി ഈ മദ്യപാനം നിർത്തിയാൽ ഇതിനേക്കാൾ സന്തോഷം വേറെ ഒന്നും. ബോർലിംഗൻ സാർ, എനിക്ക് നിങ്ങളുടെ നാട്ടുകാരുടെ ഈ മാറ്റം കണ്ടിട്ട് ഭയങ്കര അത്ഭുതം തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ ഇതിനു മുന്നേ ഇങ്ങനെ അല്ലല്ലോ സാറേ. ഓ, എന്തോ ഒരു കഷ്ടകാലം, അത്രേ ഉള്ളൂ. ഇതുപോലെ എല്ലാ ആൾക്കാരും തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട് മുഴുവൻ എന്നേ നന്നായനെ. നാടിന് പുരോഗതി ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ എടുത്ത ഈ തീരുമാനം ഉണ്ടല്ലോ, അത് വളരെയധികം നല്ലതാണ്. അറിവും ലോകവുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പറയുന്നത് കേൾക്കൂ. എല്ലാം നന്നായി വരും. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി സാർ. കോൺസ്റ്റബിൾ വരൂ. എന്തൊക്കെ സംഭവിച്ചു പോയി ചേട്ടാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. എന്താ ബോർലിംഗം, നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ആദ്യം ബോഡികളൊക്കെ കൊണ്ടുപോയി കുഴിച്ചിടണ്ടേ? എന്താടാ രാവിലെ തൊട്ട് ആരെയും കാണുന്നില്ലല്ലോ? അതാ ചേട്ടാ, എനിക്ക് മനസ്സിലാവുന്നില്ല. അതേ വരുന്നുണ്ട്. ഡോ, പുറത്ത് വന്നേ. പുറത്തേക്കോ? എന്തിനാ? ഞങ്ങൾ ബാറ് പൂട്ടാൻ പോവാ. പുറത്ത് വാ. ബാറ് മൂടാൻ പറയാൻ താനാരാടോ? താൻ പുറത്തോട്ട് വന്നില്ലെങ്കിലുണ്ടല്ലോ ഞങ്ങൾ അങ്ങ് അകത്തോട്ട് കയറും. ദേ നോക്കിയേ, അമ്മാവാസിയോട് ചോദിക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നോക്ക് ചേട്ടാ, ഇനി മുതൽ നമ്മുടെ നാട്ടിൽ ബാറുണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? ദേ നോക്കിയേ, ഈ തീരുമാനം ഒരാൾ രണ്ടാൾ എടുത്തതല്ല, ഗ്രാമം മൊത്തം ചേർന്നെടുത്താ. ഈ കട നിങ്ങളായിട്ട് അടയ്ക്കുന്നോ അതോ ഞങ്ങൾ അടയ്ക്കണോ? ദേ നോക്കിയേ സാറേ, മുതലാളിയോട് ചോദിക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെങ്കിലും അമ്മാവാസിയോട് ചോദിച്ചോളൂ. വായടക്കടോ. അമ്മാവാസ അമ്മാവാസ ആരാടോ അവൻ? ചേട്ടാ, ഇവൻ മര്യാദയ്ക്ക് പറഞ്ഞാ കേൾക്കുന്നില്ല. നിങ്ങളൊന്ന് ഉന്ന് പറഞ്ഞാ മതി. ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. ദേ നോക്കിയേ മോന, അതൊന്നും നമുക്ക് വേണ്ട. ദേ നോക്കിയേ, ഞാൻ മര്യാദയായിട്ട് പറയാ, ബാർ അടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? ചേട്ടാ, ഇവനോട് എന്താ നിങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? അയ്യോ ചേട്ടാ, ആ രമേഷേ, സത്യ എന്താടാ അത്? അതൊന്നല്ല. എന്താണെന്ന് കാണിക്കണം. അതൊന്നല്ല. കള്ളം പറയല്ലേ? അതെന്താന്ന് കാണിച്ചേ? അതൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ആരോടും പറയില്ല. കാണിക്കേ. ആരുടെ അടുത്തും പറയല്ലേ? ഇന്നിക്ക് മാത്രം നമ്മൾ രണ്ടുപേരും കുടിക്കാം. ആ ബോട്ടിൽ താടോ. ഇന്നലെ തൃശ്ശൂരിൽ പോയപ്പോ ഞാൻ വൈക്കലിന്റെ ഉള്ളിൽ മറച്ചു വെച്ച കൊണ്ടുവന്നേ. കുടിച്ചില്ലെങ്കിലേ കൈയും കാലൊക്കെ വിറയ്ക്കുന്നു. ഭ്രാന്ത് പിടിച്ച പോലെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒളിച്ചു നിന്ന് വല്ലതും കഴിച്ചിട്ടും കൊണ്ട് വരാനും ആരും അറിയണ്ട. വിവരം ഉണ്ടോ തനിക്ക്? ഇന്നലെ
മരിച്ച എല്ലാവരുടെയും ഭാര്യയും മക്കളെയൊക്കെ കണ്ട നിനക്ക് പിന്നെ കുടിക്കണമെന്ന് തോന്നണുണ്ടോ? നിനക്ക് അങ്ങനെയായിരിക്കും. ഒരു പക്ഷെ നീ ചത്തുപോയാൽ നിന്റെ ഭാര്യയും മക്കളും ഒക്കെ എന്ത് ചെയ്യുമെന്ന് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മദ്യത്തിന് അടിമയായി കുടിയന്മാരായിട്ടിരുന്ന് ആരും നന്നായിട്ടില്ലടോ ഇതുവരെ. ഇതുപോലുള്ള ദുശീലങ്ങൾക്ക് അടിമയായി വൃത്തികെട്ടവന്മാരുടെ സംസർഗവും പുലർത്തി നമ്മൾ ഇത്രയും നാൾ അനുഭവിച്ചത് പോരടോ. നമ്മുടെ നാട്ടിലെ ജനതയോടും ആ ജനങ്ങളുടെ വിശ്വാസത്തോടും ദ്രോഹം ചെയ്ത് താൻ എന്താടോ നേടാൻ പോണേ? ഇതാ പിടിക്കടോ, എന്നിട്ട് കുടിക്കേ, നന്നായിട്ട് കുടി. സത്യ, ഇനി ഞാൻ നിങ്ങളുടെ തെറ്റുകളൊന്നും ചെയ്യില്ല മോനെ. എന്നോട് ക്ഷമിച്ചു എന്ന് പറയടാ. സാരല്ല, വിടറാത്, അതങ്ങ് മറന്നേക്കടാ. എനിക്ക് മാപ്പ് തരും മോനെ. അല്ല, എന്താ അമാവാസ, ജനങ്ങൾ നമ്മളെ കണ്ടിട്ട് ആരും വരുന്നില്ലല്ലോ അങ്ങോട്ട്. നിക്ക് ചേട്ടാ, വരുന്നേ എന്തെങ്കിലും ജോലിയിലായിരിക്കും. എടാ സത്യ, മാരി, ഇങ്ങോട്ട് വാടാ. അല്ല, നമ്മളെപ്പോഴും ഇങ്ങോട്ട് വന്ന് അവര് പ്രത്യേകം സ്വീകരിക്കാറുള്ളതല്ലേ? ദേ കണ്ടില്ലേ, ഇപ്പൊ ഇങ്ങോട്ട് ആരെയും കാണുന്നില്ലല്ലോ. അന്നൊരു മരണം സംഭവിച്ചില്ലേ, അതാണ് എല്ലാവരും വിഷമത്തിലിരിക്കുന്നത്. വരൂ ബോർലിംഗം, ഇന്നലെയാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായത്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ഡൽഹിയിലായിരുന്നു. ശരിയാണ്, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഇവിടെ ഒന്ന് ചെയ്യേണ്ടതായിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല, വിട്ടേക്ക്. ബോർലിംഗോ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കും എന്റെ ചേട്ടനും ഈ നാട്ടിലുള്ള ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണ് നീ പറയുന്നത്. കുഴപ്പമില്ല, വിട്ടേക്ക് അമാവാസേ. ബോർലിംഗ് വിഷമം കൊണ്ട് പറഞ്ഞതാണ്, ഞാനത് കാര്യാക്കിയിട്ടില്ല. ചില രാഷ്ട്രീയക്കാർക്ക് നാണം മാനം പറയുന്നൊന്നും ഇല്ലെന്നേ. ശരി, അതൊക്കെ വിട്. ഇപ്പൊ എന്തിനാ വന്നിരിക്കുന്നേ പറ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷം വീതം കൊടുക്കണമെന്ന് ഞാൻ CM-നോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ചെയ്യേണ്ട ജോലി ഞാൻ നോക്കിക്കോളാം. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ട് മരിച്ചവരുടെ കുടുംബത്തിനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോവാന്ന് പറഞ്ഞു വന്നതാ. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത ശീലങ്ങളൊക്കെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ നാടിനെ നശിപ്പിച്ച നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ? എന്റെ ഭർത്താവ് മരിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ പണം ആർക്കാ വേണ്ടത്? പൊക്കോ പൊക്കോ ഇവിടുന്ന്. അതിനു പകരം ഈ കള്ളച്ചാരായം ഒന്ന് നിർത്തിക്കൂടെ? നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ പാർട്ടിക്കാരോട് പറഞ്ഞ് ഈ കള്ളച്ചാരായം ഒന്ന് നിർത്തൂ. കുട്ടിയെ കരയിപ്പിക്കുകയും ചെയ്തിട്ട് തൊട്ടില് പാട്ടുക പറയുന്നത് ഇതാണോ? നിങ്ങളെ പോലത്തെ രാഷ്ട്രീയക്കാര് കാരണ ഈ നാട് ഇനി ഇങ്ങനെ തന്നെ ഉള്ളത്. ഞങ്ങള് നിങ്ങൾക്കൊക്കെ നല്ലത് ചെയ്യാൻ വേണ്ടി വന്നാ വേണ്ടെന്ന് എന്തിനാ പറയുന്നത്? ഏതാ നല്ലത്, ഏതാ ചീത്ത, ഏതാ ശരി, ഏതാ തെറ്റെന്നൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായോ നിങ്ങക്ക്? നിങ്ങളുടെ സഹായം ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പൊക്കോളൂ. ശരി ശരി, വിട്ടേക്ക് വിട്ടേക്ക്, നമുക്ക് പിന്നീട് കാണാം. ഞാൻ പോവാം. കണ്ടില്ലേ അമാവാസേ, നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ എത്ര അപമാനിതനായിന്ന്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട് എനിക്ക്? ദേഷ്യപ്പെടല്ലേ ചേട്ടാ, ഇതുപോലെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ തന്നെയല്ലേ പറഞ്ഞ എനിക്ക് ഇത്ര പേരുണ്ട് അത്ര പേരുണ്ട് എന്നൊക്കെ. എന്നിട്ട് എവിടെ? ആരെങ്കിലും വന്ന് നമുക്ക് വേണ്ടി സംസാരിച്ചോ അവിടെ? നാട്ടിൽ ഒരുപാട് പേര് മരിച്ചത് കാരണം എല്ലാവരും വളരെ ദുഃഖിച്ചിരിക്കുക ചേട്ടാ. ഇപ്പൊ ഞാൻ വിളിക്കാം, വരുന്ന കണ്ടോ. ഹലോ, ആരാണ്? ഹലോ, ഞാനാടോ അമാവാസൈ. ഞാനും MLA സാറും ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. വേഗം സത്യയും ആരെയും എല്ലാരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വാ. ശരി ചേട്ടാ, വരാം. പെട്ടെന്ന് വരണം. ശരി, ഇപ്പൊ തന്നെ വരാം. ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ദേ എല്ലാവരും വന്ന് നിൽക്കുന്നു. ഇപ്പൊ പറ. എന്താടാ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നേ?
അവരെല്ലാവരും കള്ളച്ചാരായം കുടിച്ച് മരിക്കണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണോ അതോ അവരോട് ഞാൻ കുടിക്കാൻ പറഞ്ഞോ? കഴുതയ്ക്ക് പനി വന്നു എന്ന് കരുതി കാളയെ കെട്ടിയിട്ടതുപോലെ അവരൊക്കെ കള്ളച്ചാരായം കുടിച്ച് ചത്തതിന് എന്റെ ബാർ അടയ്ക്കണമെന്ന് പറയുന്നത് ശരിയാണോ? നമ്മുടെ സാറ് മരിച്ച ഓരോരുത്തരുടെ വീട്ടിലും 1.5 ലക്ഷം രൂപ കാശായിട്ട് തരാന്ന് പറഞ്ഞ അഹങ്കാരത്തോടെ വേണ്ടെന്ന് പറയുന്നു. വേണ്ടെങ്കിൽ വിട്ടുകളാ. എല്ലാവരും ചേർന്ന് എന്നെ അപമാനിച്ചില്ലേ? നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞത് തെറ്റാണോ? ആ ബോർലിംഗം പറയുന്നത് കേട്ട് നിങ്ങളൊക്കെ അവന്റെ പുറകിൽ പോയാലുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും കൂടി മണ്ണ് വേണം കഴിക്കാൻ. നാട്ടിലെ കുടി നിർത്തിയെന്നും പറഞ്ഞ് നമ്മുടെ ചേട്ടനെ എന്തുമാത്രം അവമാനിച്ചതാ, അതൊക്കെ നിങ്ങളും കണ്ടതല്ലേ. ഇത് നോക്ക്, ഒരു ഭാഗത്ത് അപമാനിക്കപ്പെടുന്നതും മറ്റൊരു ഭാഗത്ത് സൽപ്പേര് കിട്ടുന്നതും ഒക്കെ രാഷ്ട്രീയത്തിൽ പതിവാണ്. എനിക്ക് ആരോടും ദേഷ്യമില്ല. ഇനി ഇതിന്റെ പേരിൽ ആരും വിഷമിക്കേണ്ട. ധൈര്യമായിരുന്നോളൂ, നിങ്ങൾക്ക് ഞാനുണ്ട്. സേതു, കാറിൽ സാധനം ഇരിക്കുന്നുണ്ട്, വേഗം പോയി എടുത്തിട്ട് വാ. ഇങ്ങോട്ട് നോക്ക്, ഒരു 5-6 ദിവസം കഴിയട്ടെ. അപ്പോഴത്തേക്ക് എല്ലാവരും എല്ലാം അങ്ങ് മറക്കും. അതിനുശേഷം ഞാൻ ബാർ ഓപ്പൺ ചെയ്തോളാം. 3 ദിവസം കുടിക്കാതെ എന്തുപോലെ ആയെന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് വേണ്ടി എങ്ങനത്തെ കുപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയോ? സാറേ, അത് തുറക്കണ്ട, ആകെ കുഴപ്പത്തിലാവും. ഏയ്, നീ എന്താടാ പറയുന്നേ? ഞങ്ങളെ നാട്ടിൽ ആരും കുടിക്കില്ല. ആരെങ്കിലും കുടിച്ചാലേ അത് തെറ്റാ. ഇതൊക്കെ തൽക്കാലത്തേക്കാ. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ കുടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് വരൂ, ഇരിക്കൂ, കുടിക്കാൻ നോക്കൂ. നോക്കൂ, ഒരു MLA-യുടെ മര്യാദ നിങ്ങൾക്ക് ഞങ്ങൾ തരും. ദയവ് ചെയ്ത് ബോക്സ് തുറക്കാതെ. ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കാൻ പാടില്ല. വേഗം ഇവിടുന്ന് പോയിക്കോളൂ, അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുന്ന അറിയില്ല. ഞങ്ങളുടെ ഒരേ മനസ്സും ഒരേ തീരുമാനമാണ്. ഇത് നോക്കൂ, നിങ്ങളെല്ലാവരും അകത്തിടും ഞാൻ. എന്നൊന്ന് നോക്കട്ടെ. നിങ്ങളുടെ ഭയപ്പെടുത്തൽ കേട്ടിട്ട് ഞങ്ങൾ പേടിക്കില്ല. എന്തിനാണ് ഞങ്ങൾ അടിക്കാൻ പറയാൻ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തേ പറയണോ? ഇവൻ നമ്മുടെ അകത്തിലാണോ? അതിനു മുമ്പേ ഇവനുള്ള പണി നമുക്ക് കൊടുക്കാം. ശ്രീനു, ചേട്ടന് ഒന്നും ചെയ്യരുത്. എല്ലാത്തിനും ഇവനാ കാരണം. ഇവനെ ആദ്യം അടിക്കേ. നിർത്തൂ, തല്ലല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, തല്ലല്ലേ, നിക്ക്. ചേട്ടാ, യുവമാർ എന്താ ചെയ്തെന്നറിയോ? മിണ്ടാണ്ടിരിക്കുക ചേട്ടാ. എന്താ ഇതൊക്കെ? ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഇത് നോക്ക്, നിങ്ങൾ എന്നെങ്ങനെ അപമാനിച്ചാൽ എന്റെ തനി സ്വഭാവം അറിയും. നിങ്ങൾ ആരാന്നുള്ള കാര്യം നാട്ടിലുള്ള എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. ഇപ്പോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞാലും മദ്യം കുടിക്കാൻ പറയാ അയാള്. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇവന്മാരൊക്കെ ഭ്രാന്ത് പിടിച്ച മൃഗങ്ങളെ പോലെയാ. ഇവരുടെ കഥ ഇവിടെ തന്നെ തീർക്കണം. ഭാര്യയുടെ മക്കളുടെ ധൈര്യത്തിലാണ് ഇവരെ രാഷ്ട്രീയം നടത്തുന്നത്. ജനങ്ങൾക്ക് നല്ലത് ചെയ്യാന്ന് വിചാരിച്ചാൽ രാഷ്ട്രീയത്തിൽ വരുന്നത്. എന്നിട്ട് എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞല്ലേടാ. ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ. ഇനി ഇതുപോലൊന്നും സംഭവിക്കില്ല. വോട്ട് ചെയ്യണം പറഞ്ഞ് ഇങ്ങനെ കൈകൂപ്പിക്കൊണ്ട് വരും. ഇപ്പൊ കെട്ടഴിക്കാനും പറഞ്ഞ് വീണ്ടും കൈകൂപ്പിക്കോ. നിങ്ങ ഇവരെ വെറുതെ വിടാൻ പാടില്ല, ഇല്ലെങ്കിൽ ഈ ഗ്രാമം തന്നെ കുട്ടിച്ചോറാവും. അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് പ്രവർത്തിക്കണം. കള്ളന്മാരെ. ഇങ്ങോട്ട് നോക്ക് ബോർലിംഗം, ഞങ്ങൾ വലിയ തെറ്റാണ് ചെയ്തത്. നിങ്ങൾ വേണം ഞങ്ങളോട് ക്ഷമിക്കാൻ. ഇന്ന് തന്നെ ബാർ ഞാൻ ക്ലോസ് ചെയ്തോളാം. നീ എന്താടോ ക്ലോസ് ചെയ്യാൻ പോകുന്നത്? നിന്റെ ബാറൊക്കെ ഞങ്ങൾ ഓൾറെഡി അടച്ചുപൂട്ടി. നിനക്ക് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? നിങ്ങളെ പോലത്തെ ആൾക്കാരുള്ളതുകൊണ്ടാ നമ്മുടെ നാട് ഇനിയും ഇങ്ങനെ തന്നെയുള്ളത്. എന്താ ഇവിടെ ബോർലിംഗ് സർ, എന്താ ഇവിടെ നടക്കുന്നത്? എടോ ഇൻസ്പെക്ടറെ, എവിടെയായിരുന്നു ഇത്രയും നേരം? അഴിച്ചു വിടാൻ പറ. ഇൻസ്പെക്ടർ സാർ, ഇവരെങ്ങനത്തെ ആൾക്കാരാന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ പറയുന്നത് ശരിയല്ല സാർ. നിങ്ങൾ നിയമം കയ്യിലെടുത്തത് വളരെ തെറ്റാണ്. നിങ്ങൾക്കൊക്കെ നാടോ അഭിമാനമല്ലേ? ഇങ്ങനെയൊക്കെ നാണം കേട്ട് ജീവിക്കുന്നതിലും ഭേദം. നാടിന് നല്ലത് ചെയ്യുന്ന കരുതി നിനക്കൊക്കെ വോട്ട് ചെയ്ത് ഞങ്ങളാ ഞങ്ങളുടെ നാട് നശിപ്പിച്ചത്. നിക്കോ, ഒരു മിനിറ്റ് സമാധാനമായിരിക്കേ. പിന്നെ ഇൻസ്പെക്ടർ സാറേ, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഒരുമിച്ച് തീർത്തോളാം. ഇനി ഇങ്ങനെ എങ്ങനെ സംഭവിച്ചാ പിന്നെ ഞങ്ങൾ മിണ്ടാതിരിക്കില്ല. നിയമം ഞങ്ങൾ കയ്യിലെടുക്കും. നോക്കിക്കോ. ഇനി അതിനുള്ള ചാൻസ് ഒന്നുമില്ല. ആദ്യം അവർ അഴിച്ചുവിടെ. ചെല്ലു, പോയി അഴിച്ചുവിടെ. വരൂ സർ, വരൂ. ഒന്ന് മാറോ. വണ്ടിയിലോട്ട് കയറ. കയറി സർ. എന്റെ മോളെ ചക്കരേ, ഇപ്പൊ വരാ. ഇന്നാ എന്താ ഇതൊക്കെ? കണ്ടിട്ട് മനസ്സിലായില്ലേ? പൂവുണ്ട്, പഴമുണ്ട്, പലചരക്ക് സാധനമുണ്ട്. ഇതെല്ലാം എങ്ങനെ വാങ്ങി? എങ്ങനെ വാങ്ങിന്ന് വെച്ചാ
കടയിൽ നിന്ന് വാങ്ങിയിട്ട് ദേ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നാ പിടിക്ക. ഇതിനൊക്കെ പണം? ആ ശിവേട്ടന്റെ കൂടെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ, അവൻ ഒരാഴ്ചത്തെ ശമ്പളം എനിക്ക് ഒന്നിച്ച് തന്നൂന്നേ. ചേട്ടാ, ചേട്ടനെ കാണുമ്പോ എനിക്കിപ്പൊ എന്ത് സന്തോഷാന്നറിയോ? വീണ്ടും നിങ്ങളെ ഇതേപോലെ കാണാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചേ ഇല്ല. നീ പേടിക്കണ്ട മോളെ, ധൈര്യമായിട്ടിരിക്കേ. ഇനി ഞാൻ ഒരിക്കലും കുടിക്കില്ല. കുടിക്കാതെ മിച്ചം വെച്ച കാശുകൊണ്ടാ ഞാനിത് വാങ്ങിട്ട് വന്ന്. നീ ഒരു കാര്യം ചെയ്യേ, ഇതിൽ 1000 രൂപയുണ്ട്. വീട്ടിൽ വേറെയും ചെലവൊക്കെ ഉണ്ടല്ലോ, അതിന് നീ വെച്ചോളൂ. എന്തിനാടി നീ ഇങ്ങനെ കരയുന്നേ? ഈ കരച്ചിലൊക്കെ നിർത്തിയിട്ട് പോയി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. നമ്മൾ രണ്ടുപേരും നിന്റെ വീട്ടിലേക്ക് പോയിട്ട് വരാം. നിന്റെ അമ്മ സുഖമില്ലാതെ കിടക്കാന്നല്ലേ പറഞ്ഞ, നമുക്ക് പോയെന്ന് കണ്ടിട്ട് വരാമെന്നേ. ശരി ചേട്ടാ, നമുക്ക് പോവാം. വെരി ഗുഡ്. പക്ഷെ ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വിശ്വസിച്ചല്ലേ പറ്റൂ. അതിനൊക്കെ സാക്ഷി ഞങ്ങളും ഈ നാട്ടിലെ ജനങ്ങളുമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എത്ര വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ഇവിടെ. ഇത്രയും സംഭവിച്ചതിന് ശേഷം ഇവിടെ ആരും മദ്യപിക്കാറില്ലേ? ഒരു ദിവസം ഈ കറുപ്പനും കുടിച്ചോണ്ട് വന്നു സാറേ. ആ അന്ന് നിങ്ങൾ കാണേണ്ടതായിരുന്നു. സാവിത്രി, സാവിത്രി, എന്താ ചേട്ടാ? കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. ദാ വരുന്നു. എന്തിനെങ്ങനെ ഒച്ച വയ്ക്കുന്നേ? എന്താ വേണ്ടേ? അല്ല, എന്താ ഇത്? വീണ്ടും നിങ്ങൾ കുടിച്ചോ? നല്ല നാറ്റുണ്ടല്ലോ. ഒച്ചയില് സംസാരിക്കരുത്, ആരെങ്കിലും കേക്കും. പതുക്കെ പറ. അയ്യോ, അവള് ഓളിയിടാൻ തുടങ്ങി. ദൈവമേ, ഇനി ആരെങ്കിലും കേൾക്കും. നോക്കി കണ്ടില്ല ചേച്ചി, അയാള് വീണ്ടും കുടിച്ചു വന്നിരിക്കുന്നു. ഇനി സാവിത്രിയുടെ ഭർത്താവ് കുടിച്ചിട്ട് വന്നേക്കുന്നു. ഇങ്ങോട്ടൊന്ന്. എങ്ങോട്ടാടാ ഈ ധൃതി പിടിച്ച് ഓടുന്നത്? എന്താടാ പ്രശ്നം? നാട്ടിലുള്ള പെണ്ണുങ്ങളല്ലേ എന്നെ തല്ലാനായിട്ട് ചൂലും കെട്ടുകൊണ്ട് വരിക. ഇന്ന് അറിയാണ്ട് ഞാൻ കുറച്ച് കുടിച്ചിട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിന്നെ വിടുന്ന പ്രശ്നമില്ല. പോയി എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. പോ. ആ ശരി. ഇന്ന് അവൻ അടിമേടിക്കുന്നത് ഗ്യാരണ്ടിയാ. പോയി മേടിക്കട്ടാ, എന്നാലല്ല അവന് ബുദ്ധി വരൂ. അപ്പളേ അവനൊക്കെ ഗുണം പിടിക്കും. അങ്ങനെയെങ്കിലും അവൻ നന്നാവട്ടെ. എല്ലാവരും ചേർന്നിട്ടാ ഇങ്ങനത്തെ തീരുമാനങ്ങൾ. എന്താ പറ്റിയെന്ന് പറ. എന്താ കാണിക്കുന്നത്? ചേട്ടാ, ഇയാള് വീണ്ടും കള്ളു കുടിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കാ. കള്ളു കുടിച്ചെന്നോ? എന്താ ചെയ്യാ? എന്താടാ കള്ളു കുടിച്ചാ നീ? അത് ചേട്ടാ, ഞാൻ അറിയാണ്ട് കുടിച്ചു പോയതാ. ഇനി മേലാൽ ഞാൻ കുടിക്കത്തില്ല. എടാ കറുപ്പാ, നീ ഇനി മാറിയിട്ടില്ലേ? എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ചേട്ടാ, എന്റെ ഭർത്താവിന് ഇത്തവണ ഒരു അബദ്ധം പറ്റിയതാ. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇത്തവണ ഒരു പ്രാവശ്യം അദ്ദേഹത്തോടൊന്ന് ക്ഷമിക്കണം. ഇതാ ചേട്ടാ, 1000 രൂപ പിഴ അടച്ചോളാം. ശരി, നിങ്ങൾ പോയിക്കോ. അവൻ ചെയ്ത തെറ്റിന്റെ പ്രായച്ചിത്തമായി ഇപ്പൊ അനുഭവിച്ചത്. കറുപ്പ, ഇങ്ങനെയൊക്കെ നടന്നതിന് ശേഷം ഇതൊക്കെ ചെയ്യാവോ? ശരിയാ, ഇങ്ങോട്ട് നോക്ക്. ഇനി തൊട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്, മനസ്സിലായ? ശരി, സംഭവിച്ചത് സംഭവിച്ചു. എല്ലാരും വീട്ടിലേക്ക് പോയിക്കോളൂ. ഇത് നോക്കുമ്പോൾ നീ നിന്റെ ഭർത്താവിനെ വിളിച്ച് വീട്ടിലേക്ക് പോ. ഇനിയെങ്കിലും മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ചെയ്തത് വളരെ ശരിയാണ്. ഇപ്പോ ഇവിടുത്തെ ജനങ്ങൾ പഴയ പോലെ അല്ല. എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്നു. അവര് കുടുംബസമേതം സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾക്കും സന്തോഷം തന്നെയാ. ഈ നാട്ടിലെ ജനങ്ങളുടെ നടപടികൾ കണ്ടിട്ട് സർക്കാർ ഈ ഗ്രാമം ഒരു മാതൃകാ ഗ്രാമമായി അറിയിച്ചിരിക്കുകയാണ്. അവസാനം നിങ്ങളും നിങ്ങളുടെ നാട്ടുകാരും വലിയൊരു കാര്യം ചെയ്തു തീർത്തത്. അതേ മോനെ, അത് ആലോചിക്കുമ്പോ ഞങ്ങൾക്ക് അഭിമാനാ തോന്നുന്നത്. നിങ്ങളുടെ ഭാര്യ സുന്ദരി അമ്മാവാസിയോടൊപ്പം പോയത്? നിങ്ങൾ ആ അമ്മാവാസിനെ വെറുതെ വിട്ടോ? വെറുതെ വിടോ? കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവനൊരു പാഠം പഠിപ്പിക്കണമെന്ന് അവന്റെ അഡ്രസ് കണ്ടുപിടിച്ച് ചെന്നൈയിലേക്ക് പോയി ഞാൻ.
ഹേയ് സുബ്രഹ്മണി, നീ എങ്ങനെ എവിടെ? എന്റെ വീടിന്റെ അഡ്രസ് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എവിടെടാ എന്റെ ഭാര്യ? നിന്റെ ഭാര്യയോ? എന്തുവാടോ പറയുന്നത് നീ? എന്നോട് ഇങ്ങനെ കള്ളം പറഞ്ഞ നിന്റെ നാക്ക് ഞാൻ മുറിച്ചാളെ നോക്കിയോ? എനിക്കറിയില്ലടോ, സത്യമായിട്ട് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ആ, എന്നോട് കള്ളം പറഞ്ഞ നിന്നെ ഞാൻ കഴുത്ത് നേരിച്ച് കൊല്ലടാ. എന്റെ ഭാര്യ എവിടെയാണ്? ഇതാടാ പറഞ്ഞത്. ഞാൻ പറയാം. പറയടാ, എന്നെ എവിടെയാണ് വിട്. അവള്? അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാ, വാ വീട്ടിലേക്ക് പോവാം. ആ കേറി ഇരിക്കേ, പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതാണ് എന്റെ വീട്, വാ. വാ വന്നിരിക്കേ. എങ്ങനെയുണ്ട് വീട്? നന്നായിട്ടുണ്ട്. വാടക എത്രയാ? റെന്റിനൊക്കെ ചെന്നൈയിൽ താമസിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ 5 ലക്ഷം രൂപയ്ക്ക് ലീസിനെടുത്തത്. വാ വന്നിരിക്കേ. ഇരിക്കേ. എനിക്ക് എവിടുന്ന് ഇത്രയും കാശ് വന്നെന്നായിരിക്കും ആലോചിക്കുന്നത്. ബ്രോക്കർ പണിയാ നോക്കുന്നത്. എന്റെ ഒരു മിനിസ്റ്റർ ഇളനീർ മുനിയപ്പ എന്നൊരാളുണ്ട്. എന്താ അവരെ ഇളനീർ മുനിയപ്പാന്ന് വിളിക്കുന്നത്? ആദ്യം അയാൾ ഇളനീർ വിറ്റോണ്ടിരുന്നതാ, അതുകൊണ്ടാ എല്ലാവരും അയാൾ അങ്ങനെ വിളിക്കുന്നത്. ഓ, അയ്യോ അതൊന്നും നിനക്കറിയില്ല, വിട്ടുകളാ. ആദ്യം നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, അതിനുശേഷം എന്തെങ്കിലും കഴിക്കാം. ചെല്ല് ചെല്ലേ, ബാത്റൂം അപ്പുറത്തുണ്ട്. സുന്ദരി, എന്തിനാ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്? എന്റെ ജീവിതം തന്നെ ഒരു യുദ്ധമായി മാറി. ആ കുടിയനെ കെട്ടി ഞാൻ എന്തെല്ലാം അനുഭവിച്ചു. മരിക്കേണ്ടി വരുന്നായപ്പോഴാ ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിപ്പോന്നത്. എന്നെ കൊണ്ട് മരിക്കാൻ പറ്റില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാ നിങ്ങളെ കണ്ടത്. നിങ്ങൾ തന്നെയാണോ എന്ന് സംശയത്തിലാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. എന്നാൽ അത് നിങ്ങൾ തന്നെയായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി താ അമാവാസെ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോളാം ഇവിടെ. ഇങ്ങോട്ട് നോക്ക് സുന്ദരി, നിനക്ക് ഈ ജോലിയൊന്നും വേണ്ട. നീ മിണ്ടാതെ എന്റെ കൂടെ താമസിച്ചോ, അത് മതി. അതെല്ലാം എങ്ങനെ സാധ്യമാവും? എനിക്ക് അതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തന്ന് എന്നെ ഒന്ന് സഹായിക്കുക. നിങ്ങൾ ചെയ്യുന്ന സഹായം ഞാൻ ഈ ജീവിതത്തിൽ മറക്കില്ല. ശരി ശരി, നമുക്ക് നോക്കാം. എന്നാ പോയി ഉറങ്ങിക്കോ, നമുക്ക് രാവിലെ കാണാം. ശരി. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പുറത്ത് കിടക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ പറയുന്ന കേക്ക്, നിനക്ക് എത്ര കാശ് വേണേലും തരാം. അങ്ങനെ സമ്പാദിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നോ? എവിടെ വേണമെങ്കിലും പോയാ പോരായിരുന്നോ? നിന്നെ വിശ്വസിച്ച് ഞാൻ വന്നത്. സുന്ദരി, സുന്ദരി, എങ്ങനെയോ നാട്ടിൽ വന്ന് പെട്ട് നീ ഒരു വലിയവനായി. നീ എന്തെങ്കിലും ഒന്ന് സഹായിക്കുമെന്ന് കരുതിയാ നീ ഇങ്ങനെയാണോ ചെയ്യാ?
നിന്റെ ബുദ്ധി ഇനി ശരിയായിട്ടില്ല അല്ലേ? ഛേ, എന്റെ തലവിധി. സുന്ദരി, ഈ രാത്രിയിൽ എങ്ങോട്ടാ പോകുന്നത്? നിക്കേ, ഞാൻ പറയുന്ന കേക്ക് സുന്ദരി. ദൈവത്താണ് സത്യം, എനിക്ക് വേറെ ഒന്നും അറിയില്ല. അന്ന് രാത്രി തന്നെ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. സുബ്രഹ്മണി, നിന്റെ ഭാര്യ ഞാൻ നിസ്സാരമായിട്ടാണ് കരുതിയത്. പക്ഷേ അവൾ വളരെ നല്ലവളാടാ. അതുപോലെ ഒരു ഭാര്യയെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണോടാ. ഇപ്പൊ അവള് എവിടെയാണ് ഉള്ളതെന്ന് നിനക്ക് അറിയോ? അവൾ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയ ഒരു വലിയ റോഡ് വരും. അവിടെ ഒരു 2 പ്രാവശ്യം ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. കുറ്റബോധം കൊണ്ടായിരിക്കാം ഞാൻ അവളോട് മിണ്ടാൻ പോയില്ല. എന്ന് വെച്ചാൽ അവള് ഈ ഏരിയ തന്നെ ഉണ്ടെന്നാണോ പറയുന്നത്? അതൊക്കെ ഗാർമെന്റ്സ് ഏരിയ ആണ്. അവിടെ വല്ല ജോലിയും ചെയ്യുന്നുണ്ടാവാം. അനിയ, ഇവിടെ സുന്ദരി എന്ന് പേരുള്ള ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? സുന്ദരി എന്ന് പറഞ്ഞൊരു 4-5 പേരുണ്ട്. ആരെ ചോദിക്കുന്നേ? ഇതാ നോക്കൂ, ഇതാണ് എന്റെ ഭാര്യ. ഞാൻ ഇവളെ അന്വേഷിച്ചത്. ഓ, ഇവരാണോ? ആദ്യം ഈ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോ? ഇപ്പൊ ഇവിടെ ഇല്ല. ഇവിടെ ജോലി ശരിയല്ല എന്ന് പറഞ്ഞ് വേറെ കമ്പനിയിലേക്ക് പോയി. ഇവളെവിടെ ജോലി ചെയ്യുന്നൊന്ന് പറയൂ. ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്നതെന്ന് അറിയില്ല. ദേ അവിടെ വെച്ച് ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ശരി അനിയ, എന്നാ ഞാൻ വരട്ടെ. നമസ്കാരം മോനെ. ആ, നമസ്കാരം. ഇവളിവിടെ ജോലി ചെയ്യുന്നുണ്ടോ മോനെ? എന്തിനാ? നിങ്ങളാരാ? ഞാൻ ഇവളുടെ ഭർത്താവാ. എനിക്ക് അവളെ ഒന്ന് കാണണം. ഇവർ ഇവിടെ തന്നെ പണിയെടുക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ശമ്പളം പറ്റിയിട്ട് പിന്നെ ഇവിടെ ജോലിക്ക് വരില്ലെന്ന് പറഞ്ഞിട്ട് പോയി. എന്തിനാ ജോലി ഉപേക്ഷിച്ചു പോയത്? ചോദിച്ചതിനാ ഒരു ശരീര സുഖമില്ല, ഇനി ഞാൻ ജോലിക്ക് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോയി. ശരി ആ, മോനെ, ശരി ഞാൻ ചേട്ടാ. വരട്ടെ. അയ്യോ ദൈവമേ, എന്റെ ജീവിതം ഇങ്ങനെ ആകുന്ന എനിക്ക് ആദ്യമേ അറിയാമായിരുന്നെങ്കിൽ ഞാൻ മദ്യം കുടിക്കുകയില്ലായിരുന്നല്ലോ. എന്റെ ഭാര്യയെ എല്ലായിടത്തും അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അവൾക്ക് സുഖമില്ലെന്ന് ഞാൻ കേട്ടു. അവള് ജീവനോടുണ്ടോ അല്ല ചത്തോന്ന് ആ ദൈവത്തിനെ അറിയൂ. അവളില്ലാത്ത ഈ ലോകത്ത് ഞാൻ മാത്രം എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കില്ല. ചേട്ടാ, ചേട്ടാ, ആ സുന്ദരി! ചേട്ടാ, സുന്ദരി, എന്നെ ഒറ്റക്ക് വിട്ടിട്ട് നീ ഇത്ര ദിവസം എവിടെ ആയിരുന്നു? എന്നോട് ക്ഷമിക്കൂ സുന്ദരി. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ചേട്ടാ, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല. നിങ്ങൾ ഇങ്ങനെ മാറാൻ വേണ്ടിട്ടാ ഞാൻ ഇതെല്ലാം ചെയ്തത് തന്നെ. ആ, എന്നെ നന്നാക്കാൻ വേണ്ടിയായിരുന്നു നീ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ ഇല്ലാതെ ഈ ജീവിതം എനിക്ക് വേണ്ടാന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. അങ്ങനെയൊന്നും പറയില്ല ഏട്ടാ. എനിക്കിത് കേൾക്കുമ്പോ സങ്കടാവണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്റെ ഭർത്താവല്ലേ. നിന്നെ മനസ്സിലാക്കാതെ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു സുന്ദരി. ചേട്ടാ, നിങ്ങളില്ലാതെ ഞാൻ ദിവസം എന്തെല്ലാം കഷ്ടപ്പെട്ടു എന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങളല്ലാതെ പിന്നെ വേറെ ആരാ ചേട്ടാ എനിക്ക് ഈ ലോകത്തുള്ളത്? ഈ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങളെ വിട്ടു പോവാനാണെങ്കിൽ ഞാനൊരു സ്ത്രീയാണോ? ഞാൻ അങ്ങനെ പോവില്ല. ഈ ജീവിതത്തില് നിങ്ങളാണ് എനിക്കെല്ലാം. ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടും നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നല്ലോ സുന്ദരി. നിന്നെ ഇപ്പൊ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മരിച്ചേനെ. അനാവശ്യമായി ഇങ്ങനെയൊന്നും പറയില്ല ഏട്ടാ. ഞാനും അങ്ങനെ തന്നെയാ. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നേ? ഞാനും ചത്തു കളയുള്ളൂ. സുന്ദരി, നീ എന്റെ ജീവിതത്തിലെ പ്രകാശമാണ്. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇനി നീ ഒരിക്കലും എങ്ങോട്ട് പോകരുത് സുന്ദരി. ഇല്ല ചേട്ടാ, ഞാൻ നിങ്ങളെ വിട്ട് എവിടെയും പോവില്ല ചേട്ടാ. സുന്ദരി, ചേട്ടാ, സുന്ദരി. അതിനുശേഷം എന്ത് സംഭവിച്ചു ചേട്ടാ, എന്താ മോളെ? ഞാനിവിടെ വിറകും വെട്ടി കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ വരുമെന്ന് കരുതിയാ നിങ്ങൾ ഇതാ ഇവിടെ വന്നിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണോ? ഞാനും വരാനിരിക്കായിരുന്നു മോളെ.
അപ്പോഴാണ് ഇവര് വന്നത്. ഇവര് ഓരോ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നു, ഞാനും ഉത്തരം പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ചുമ്മാ ആവശ്യമില്ലാത്ത അതും ഇതും സംസാരിച്ച് ആളുകളുടെ സമയം കളയണ്ട. സംസാരിക്കാൻ ആളെ കിട്ടിയ പിന്നെ എല്ലാം മറക്കും. സുബ്രഹ്മണ്യൻ ചേട്ടാ, ആരാ ഇത്? ഇവളാണ് എന്റെ ഭാര്യ സുന്ദരി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരു സുന്ദരിയെ, അവളാണ് ഇവള്. അതെയോ? നമസ്കാരം ചേച്ചി. നമസ്കാരം മാഡം. നമസ്കാരം ചേച്ചി. നമസ്കാരം. സുന്ദരി ചേച്ചി, നിങ്ങൾ എടുത്ത തീരുമാനം വളരെ ശരിയാ. എന്ത് ചെയ്യാനാ? നമ്മുടെ കുടുംബത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അതെ അതെ, നിങ്ങളുടെ നാട്ടുകാരെ പോലെ ബാക്കിയുള്ളവരൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാ നമ്മുടെ നാട് മുഴുക്ക നന്നാവുന്നുള്ളത് ഒരു സംശയം വേണ്ട. ഇവളില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല മോനെ. മദ്യപാനത്തിന് അടിമയായി വീടും കുടുംബവും എല്ലാം വിട്ട് ഞാൻ അലഞ്ഞു തിരിയായിരുന്നു. ഈ സുന്ദരി കാരണം ഞാനിപ്പോ ഒരു മനുഷ്യനായി മാറി മോനെ. ഇതുപോലത്തെ ഭാര്യയെ കിട്ടാൻ നിങ്ങൾ ഉറപ്പായും പുണ്യം ചെയ്തിരിക്കണം. അതേ മോനെ, ഞാൻ പുണ്യം ചെയ്തിട്ടുണ്ട്. എന്റെ കണ്ണു തുറപ്പിച്ച ദേവതയാണ് ഇവള്. ചേട്ടാ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കാതെ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നിങ്ങൾ എല്ലാരും വരൂ, നമുക്ക് കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞങ്ങളൊക്കെ കുടിച്ചു. നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സമയം തന്നതിന് വളരെ നന്ദി. വളരെ നമസ്കാരം. സന്തോഷം. പ്രേക്ഷകരെ, ഇത്രയും നേരം നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടതിന് വളരെ നന്ദി. ക്യാമറാമാനോടൊപ്പം സന്തോഷ് കുമാർ, TV90 തൃശൂർ. നമസ്കാരം പ്രേക്ഷകരെ, ഇത്രയും നേരം ഞങ്ങളുടെ പരിപാടി കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ക്യാമറാമാൻ SS ന്റെ കൂടെ ഞാൻ മൈഥിലി, TV16 കൊച്ചി.